യഥാർത്ഥത്തിൽ വിവാഹം സമാധാനത്തിനാണ്. അള്ളാഹു സമാധാന ജീവിതം നമുക്ക് നൽകട്ടെ. വൈവാഹിക ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിവാഹത്തിന്റെ തുടക്കം മുതൽ തന്നെ സുന്നത്തിനും ഖുർആനിനും എതിരായി എന്നത് തന്നെയാണ്. അല്ലാതെ വേറൊരു കാര്യമില്ല. എല്ലാവരും വിവാഹം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാ? ലിതസ്കുനു ഇലൈഹാ, നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാൻ. ഭാര്യ സമാധാനം നൽകുന്നവൾ. അള്ളാഹുവിനാക്കി തരട്ടെ. ഭാര്യ വിവാഹ ജീവിതം സമാധാനമുണ്ടാവണം. സന്തുഷ്ട ഭാര്യ ഭർത്തൃ ഭർത്തൃ ഭാര്യോ തദൈവജ യസ്മിൻ ദേവ കുലേ നിത്യം കല്യാണം തത്ര വൈഭവം. സന്തുഷ്ട ഭാര്യ ഭർത്തൃ ഭർത്തൃ ഭാര്യോ തദൈവജ യസ്മിൻ ദേവ കുലേ നിത്യം കല്യാണം തത്ര വൈഭവം. ഔകമാകാല ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ സന്തുഷ്ട ഭാര്യ ഭർത്തൃ ഭർത്തൃ ഭാര്യോ തദൈവജ, സന്തുഷ്ടയായ ഭാര്യയും ഭർത്താവും, അതേപോലെ പരസ്പര സ്നേഹം നൽകുന്ന ഭർത്താവും ഭാര്യയും യസ്മിൻ ദേവ കുലേ നിത്യം, ആ സന്തോഷമുള്ള ഭാര്യക്കും ഭർത്താവിനുമാണ് നല്ല ഒരു തലമുറയും മക്കളും ഉണ്ടാകുന്നത് എന്ന് ഭഗവത്ഗീത 10-ാം കാണ്ഡം 24-ാം സൂക്തം. ഞാൻ പറഞ്ഞത് മതത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും ഗോത്രത്തിന്റെയും ഒക്കെ യാതൊരുവിധ വ്യത്യാസമില്ലാതെ ലോകത്തെല്ലാവരും ആഗ്രഹിക്കുന്നത് വിവാഹത്തോടുകൂടി ഒരു സമാധാന ജീവിതമാണ്. പക്ഷെ ആ സമാധാന ജീവിതം നഷ്ടപ്പെടുന്നത് വൈവാഹിക ജീവിതത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞു തന്ന ആ വൈവാഹിക ജീവിതത്തിന്റെ വിവാഹ കർമ്മത്തിന്റെ സുന്നത്തുകളിൽ നിന്ന് സമൂഹം അകന്നു പോയപ്പോ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് ക്രിമിനൽ കോടതിയിലല്ല, സിവിൽ കോടതിയിലല്ല. ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് കുടുംബ കോടതികളാണെങ്കിൽ വിവാഹം കഴിഞ്ഞ 1-ാമത്തെ മണിക്കൂർ തന്നെ നിശ്ചയിക്കപ്പെടുന്ന കുടുംബ ബന്ധങ്ങളുടെ നടുവിൽ പരസ്പരം അകന്നു പോകുന്ന 1000 മക്കളെ സാമൂഹ്യ ദ്രോഹികളാക്കി മാറ്റുന്ന കുടുംബ കോടതിയിലേക്ക് കേസുമായി കടന്നു പോകുമ്പോൾ കോടതി വരാന്തയിൽ പരസ്പരം കണ്ടിട്ടും കാണാത്തതുപോലെ നിൽക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും നടുവിൽ വാപ്പയും ഉമ്മയും കൂടി ജഡ്ജിയുടെ മുമ്പിൽ പോയിട്ട് ഞങ്ങൾ കൊന്നിച്ച് ജീവിക്കണ്ട എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവിനൊരു മണിയറയിലേക്ക് ഒരു മണവാട്ടിയെ കിട്ടും, ഉമ്മയ്ക്കിന് വേറൊരു മണവാളന്റെ ചൂടും കിട്ടും. പക്ഷേ വാപ്പ വലതു ഭാഗത്തേക്കും ഉമ്മ ഇടതു ഭാഗത്തേക്കും ജീവിതത്തിന്റെ പുതിയ കൂട്ടാളിയെ തെരഞ്ഞു പോകുമ്പോ വിവാഹ കോടതികൾ, കുടുംബ കോടതികൾ കേസുകൾ കുമിഞ്ഞുകൂടുമ്പോ ആ സമയത്ത് ഉപ്പയുടെ കൈ പിടിച്ചു പോകണോ അതല്ല ഉമ്മയുടെ കൈ പിടിച്ചു പോകണോ എന്നറിയാതെ കോടതി വരാന്തയിൽ നെടുവീർപ്പെടുന്ന 100 കണക്കിന് പാവപ്പെട്ട അനാഥ ബാല്യങ്ങളെ. ഇനി മുതൽ അവൻ അനാഥനാണ്. വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ അവൻ യതീമാണ്, ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ അവൻ യതീമാണ്. വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുമ്പോഴും അനാഥ ബാല്യത്വത്തിന്റെ മാറാപ്പം പേര് ജീവിക്കേണ്ടി വന്ന ആയിരക്കണക്കിന് ശപിക്കപ്പെട്ട അനാഥ ജന്മങ്ങളുടെ നടുവിലേക്ക്, ശിശുഭവനുകളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അനാഥ ജന്മത്തിന്റെ നടുവിലേക്ക് വിവാഹം കഴിഞ്ഞാൽ വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകട കളിച്ച് സ്വന്തം നാട്ടിലെ തൊട്ടടുത്ത പാവപ്പെട്ടവന്റെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പുതിയങ്ങാടി ചന്തയിലോ കണ്ണൂർ മാർക്കറ്റിലോ പോയി ചുമടെടുത്തിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോ കിട്ടുന്ന നാണയത്തൊട്ടുകൊണ്ട് ജീവിതത്തിന്റെ 2 അറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ ചുമടെടുത്ത് ക്ഷയം പാടിച്ച് വിവാഹപ്രായമെത്തി നിൽക്കുന്ന പ്രിയപ്പെട്ട മങ്ങളെ, സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരത്തിന്റെ പേര് കെട്ടിച്ചു വെക്കാൻ കഴിയാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുമടെടുത്ത് ക്ഷയം പാടിച്ച് അവസാനം മക്കളെ കെട്ടിച്ചു വിടാൻ യാതൊരുവിധ ഗതിയുമില്ലാതെ വെള്ളിയാഴ്ചകളിൽ പള്ളിക്കോലാകൾ തുണിവിരിക്കുന്ന ആയിരക്കണക്കിന് നിരാശരായ ഹതഭാഗ്യന്മാരായ പിതാക്കന്മാരുടെ മുമ്പിൽ സ്വന്തം മഹല്ലുകളിലേക്ക് കടന്നു വന്നിട്ട് എന്റെ മകളെ കെട്ടിച്ചു വിടാൻ കഴിവില്ലെന്ന് പറയുമ്പോ ജമാഅത്ത് കമ്മിറ്റിയുടെ ഫുൾ കോറം കൂടി അവസാനം അവരുടെ വെള്ളക്കടലാസിൽ ഒപ്പിട്ട് കൊടുക്കും. ഇവൻ തെണ്ടാൻ പരമയോഗ്യനാണ്, ഇവൻ പരമാവധി തെണ്ടാൻ യോഗ്യനാണ്, അതുകൊണ്ട് ഇവൻ ആര് വന്നാലും ഇവന് പൈസ കൊടുക്കണമെന്ന് ജമാഅത്തിന്റെ ഫുൾ കോറം കൂടുന്ന കമ്മിറ്റി സൈൻ ചെയ്തു കൊടുക്കുന്ന ആയിരക്കണക്കിന് നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ പാവപ്പെട്ട പിതാക്കന്മാരുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ അറേബ്യയിൽ പെണ്ണാണ് ജനിച്ചതെന്നറിഞ്ഞാൽ കുഴിച്ചുമുടിയിരുന്നു. ഇപ്പോൾ പിതാക്കന്മാരുടെ അവസ്ഥ പെണ്ണാണെന്നറിഞ്ഞാൽ അബോർഷൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരം മനുഷ്യ സമൂഹത്തെ എത്തിച്ചു എന്നതാണ് സത്യം.
യഥാർത്ഥത്തിൽ പെണ്ണെന്ന് കേട്ടാൽ പിതാവിനും മാതാവിനും വിരളിയാണ്. എന്ന് നാളെ പെണ്ണിനോട് ചോദിച്ചാൽ സ്ത്രീധനത്തിന്റെ പേരിലാണ് നീ കൊല ചെയ്യപ്പെട്ടത് എന്ന് പറയേണ്ട ഒരു ദുരവസ്ഥയിൽ നിൽക്കുമ്പോ, സമാധാനത്തോടെ ജീവിക്കേണ്ട കുടുംബജീവിതം താറുമാറാകുമ്പോ, എനിക്കറിയാം വിവാഹബന്ധം ഏർപ്പെടുത്തുമ്പോ വിളമ്പിയ പപ്പടത്തിന്റെ കണക്ക് പോലും പറഞ്ഞ് തിരിച്ചു വാങ്ങിച്ചു കൊണ്ടുപോകുന്ന വിവാഹ കണക്കുകൾ എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനൊരു അറുതി വരണ്ടേ? ദൂർത്തിനെതിരെ സംസാരിച്ചത് കൊണ്ട് കാര്യമുണ്ടാകുമെന്ന് എനിക്ക് കരുതുന്നില്ല. യഥാർത്ഥത്തിൽ എവിടെയാണ് പിഴച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ ലളിതമായ വിവാഹ കർമ്മം, സമാധാന ജീവിതത്തിലോട്ട് ഇറങ്ങിപ്പോകേണ്ട കർമ്മം, രണ്ട് സാക്ഷികളുടെ മുമ്പിൽ വെച്ച് വധുവിന്റെ പിതാവ് വരന്റെ കയ്യിൽ പിടിച്ച് ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ എന്ന ലളിതമായ രണ്ട് വാക്കുകൾ പറഞ്ഞാൽ, വരൻ ഖബിൽതു മിൻക നികാഹഹ വ തസ്വീജഹ ബിഹാദൽ മഹരിൽ മബ്ലഗിൽ മദ്കൂരി വറളീതു ബിഹി വബിഹാ എന്ന ഒരു മറുപടി കൂടി പറഞ്ഞാൽ, അവന്റെ കയ്യിലുള്ള ഒരു വിവാഹത്തിന്റെ മഹർ മൂല്യം കൊടുത്താൽ, അവൻ അധ്വാനിച്ച പെണ്ണിന്റെ വാപ്പയുടെ കയ്യിൽ നിന്ന് പൊള്ളാച്ചി ചന്തയിൽ പോത്തിനെ വിറ്റത് മാതിരി കച്ചവടം പറഞ്ഞുറപ്പിച്ച തുകയിൽ നിന്ന് 10 പവന്റെ സ്വർണം മേടിച്ചു കൊടുക്കലല്ല മഹർ. ആണത്തമുള്ളവനാണെങ്കിൽ നട്ടല്ലൂരിട്ട് വാഴപ്പിണ്ടി വെച്ചിട്ടില്ലെങ്കിൽ നട്ടല് നിവർത്തി വെച്ച് അവൻ ഒരു ദിവസം അധ്വാനിച്ച പൈസ, അത് 500 റുപ്യാകട്ടെ, പെണ്ണിന്റെ കയ്യിൽ മഹർ കൊടുക്കാൻ മനിസ്തത്താ അമിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. വിവാഹത്തിന്റെ മാനദണ്ഡം എന്താ ചെറുപ്പക്കാര? നിങ്ങളുടെ പൗരുഷത്തിന്റെ നേരെയാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുക. നിങ്ങളുടെ ആണത്തത്തിന്റെ നേരെ 10 പവൻ 24 പവൻ, അത് 4യുടെ പേര് എത്രയാ? പള്ളിയിലെ കാലിയാരി വയ്ക്കും മോനെ, എത്രയാ മഹർ? അപ്പൊ എത്രയാ? പുതിയാപ്പിളയുടെ അടുത്ത് കാലിയാരി വയ്ക്കും മോനെ മഹർ എത്രയാ? ആ പഹേനത് അറിഞ്ഞുകൂടാ. അപ്പുറത്ത് വാപ്പ എത്രയാ? പുതിയാപ്പിള യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയും ലളിതമായൊരു കർമ്മമാണ്. കാലിയാരിക്ക് മോനെ മഹർ എത്രയാ? എന്റെ പേര് സുബൈർ. അപ്പൊ അമ്മാതിരി സ്വന്തം പെണ്ണിന് കൊടുക്കുന്ന മഹർ അല്ല എന്ന് പറയാൻ കഴിയുന്നവരൊന്ന് വിരൽ പൊക്കട്ടെ. സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കുന്ന മഹർ എത്രയാന്ന് കൃത്യമായിട്ടറിയാതെ കല്യാണപ്പന്തലിൽ വന്ന് ഒരുമാതിരി 40 ദിവസം കൊണ്ട് വിറ്റാമിൻ കൊടുത്തു കുത്തിവെച്ച ബ്ലോക്ക് കോഴിയെ മാതിരി ഇരുന്ന് ആ കല്യാണം കഴിഞ്ഞ് പെണ്ണിന്റെ ഉപ്പ കൊടുത്ത സമ്പത്ത് കൊണ്ട് ജീവിക്കലല്ല പുരുഷത്വം എന്ന് പറയുക. വിവാഹം എന്നത് ഒരു മഹർ കൊടുത്താൽ, മഹർ എന്ന് പറഞ്ഞാൽ എത്രയാ? ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. മഹർ എത്രയാ? ആ മഹർ കൊടുത്ത് 2 സാക്ഷികളുടെ മുമ്പിൽ വെച്ച് കാലിയാരി കൈ പിടിക്കും, പറ ഉസവ്വിജുക സവ്വജുത്തുക. മിക്ക വാപ്പാക്കും അത് പറയാൻ അറിഞ്ഞൂടാ. സവ്വജുത്തുക അങ്കത്തുക്കാൻ ചേത്തക്ക ഫൈനനാ, പിന്നെ എങ്ങനെ? പുതിയാപ്പിള അതിനേക്കാളും വലിയ ജാഹിലായിരിക്കും. പുതിയാപ്പിളോട് കാലിയാരി പറയടാ കബിൽത്തു ഡബിൾ ടു ഇത്ര വെള്ളം തരും. യഥാർത്ഥത്തിൽ ഞാനിത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വിശുദ്ധമായ ഖുർആൻ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ 2/3 ഭാഗം എന്ന് പറഞ്ഞ ഒരു കർമ്മത്തിന്റെ ഇന്നത്തെ ദാരുണമായൊരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ. ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല. കല്യാണത്തിന്റെ സീക പറയാൻ അറിയാവുന്ന ആളുകളൊന്ന് കൈവക്കി. ഒന്ന് കൈവക്കി. എഴുന്നേറ്റപ്പെട്ട് ഞാൻ ചോദിക്കും മൈക്ക് എന്നിട്ട്. കല്യാണത്തിന്റെ സീക ഖബിൽതു മിൻക നികാഹഹ വ തസ്വീജഹ ബിഹാദൽ മഹരിൽ മബ്ലഗിൽ മദ്കൂരി വറളീതു ബിഹി വബിഹാ എന്ന് പറയാൻ അറിയാവുന്ന ചെറുപ്പക്കാരെന്ന് കൈവക്കി സദസ്സിൽ. അലൈസ മിൻകും റജുലുൻ റഷീദ്? ഒരാളുണ്ട് അൽഹംദുലില്ലാഹ്. 2 പേരുണ്ട്. അത് മൊയ്ലിയാരാണ്. അതാത്തേട്ട് ഇപ്പൊ ഇതിന്റെ അവസ്ഥ, ഇത് ഞാൻ വിഷയത്തിലോട്ട് കിടക്കുക. എന്താ ഈ സമുദായത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ പൊന്തിയ കൈ ഈ ഉമ്മത്തിന്റെ അവസ്ഥയാണ്. അല്ലാതെ ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല, ചിരിപ്പിക്കാൻ പറഞ്ഞല്ല. ഇത് ഈ സമുദായത്തിന്റെ അവസ്ഥയാണ്. അപ്പോ കാളിയാര് പറയണ അക്ഷരം ഇവന് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്രയൊക്കെയുള്ളൂ കഥ. യഥാർത്ഥത്തിൽ ഇതാ നിക്കാഹ്, ഇത്രയേ ഉള്ളൂ. പിന്നീട് നിക്കാഹ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഇത്രേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തോട്ട് നിക്കാഹില്ല.
കാളിയാർ കൈപിടിച്ചിട്ട് ഇത് പറയുക, മഹർ കൊടുക്കുക, 2 സാക്ഷി, തീർന്നു, കല്യാണം തീർന്നു. പിന്നെ അതിനുശേഷമുള്ള അറയും ഉറിയും ഒന്നും നിക്കാഹിൽപ്പെട്ടതല്ല. പിന്നീടുള്ള താലിജാത്തല് നിക്കാഹിൽപ്പെട്ടതല്ല. പിന്നീടുള്ള സൽക്കാരം മാത്രമാണ് സുന്നത്തുള്ളത്, ബാക്കി ഒന്നും നിക്കാഹിൽപ്പെട്ടതല്ല. ഇത്രയുള്ള നിക്കാഹ്. ഈ വിഷയത്തെ ബ്ലേഡ് കമ്പനിക്കാരൻ്റെ മുമ്പിൽ മകളുടെ വിവാഹം നടക്കുമ്പോൾ വാപ്പ ബ്ലേഡിന്റെ പലിശ കൂടിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിൽ ദൂർത്താക്കിയതാരാ? ആരാ നിങ്ങളൊന്ന് പറയും. പക്ഷെ ഇങ്ങനെയൊക്കെ നിക്കാഹ് നടത്തണമെങ്കിൽ ഇവിടെ വെച്ച് വേറൊരു തീരുമാനമെടുക്കണം. അതുകൊണ്ട് വിവാഹ ദൂർത്ത് മാത്രമല്ല ഞാൻ പറയുക, ഇതെങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നെ കൊല്ലുവോ? ഇല്ലല്ല, എവിടെ തിരിച്ചു പോവില്ലോ. കണ്ണൂരാണ്. എൻ്റെ ഭാര്യ രാവിലെ എന്നോട് ചോദിച്ചു എവിടെയാ പാതെ, നമ്മൾ കണ്ണൂരാണ്. പിന്നെ നമ്മളൊരു 10 പ്രാവശ്യം ഫോൺ ചെയ്തിട്ടുണ്ട്, എത്തിയെന്ന്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ താജദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ, കഅബേ കെ ബദർ ദുജാ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം തന്റെ സഹാബത്തിനോട് പറഞ്ഞ ഒരു വാചകം പറഞ്ഞ് ഞാൻ തുടങ്ങുകയാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹാബാ لتتبعن سنن من قبلكم شبرا بشبر وذراعا بذراع حتى لو دخلوا دهر رب لتبعتموهم قيل اليهود والنصارى قال فمن. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞ, സഹാബ, ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്, എന്റെ സമുദായത്തിന് എനിക്ക് പുറകെ ഒരു കാലം വരാനിരിക്കുന്നുണ്ട്. ലതത്തബിഅന്ന സുനന മൻ ഖബലകും, നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുടെ ഒരു വിഭാഗം ആളുകളുടെ, നിന്റെ മുൻഗാമികളുടെ വഴിപടച്ചു പോയവരുടെ ആചാര രീതികൾ ഒരു മുസ്ലിമിന്റെ മുഅ്മിനിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏതുവരെ? ശിബിറം ബിശിബിരിൻ വദിറാൻ ബിദിറായിൻ, ചാണിന് ചാണായി മുടത്തിന് മുടമായി മുൻഗാമികളായ നിങ്ങളുടെ ആളുകളുടെ ആചാരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടമെടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഏതുവരെ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏതുവരെ? നിങ്ങളുടെ മുൻഗാമികളെങ്ങാനും ഉടുമ്പിന്റെ മാളത്തിലോട്ട് കടങ്ങുകയല്ലാൽ, ഒരു ഉടുമ്പിന്റെ മാളം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഒരു മാളം, ഒരു കൈയിടാൻ പോലും കഴിയാത്ത ഉടുമ്പിന്റെ മാളത്തിലേക്ക് നിങ്ങൾ ആരാണോ റോൾ മോഡലാക്കുക, ആരുടെ പുറകെയാണോ നിങ്ങൾ സഞ്ചരിക്കുക, അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ നാളത്തിലോട്ട് കടന്നുപോയാൽ അവരുടെ അതേ കാൽപാദങ്ങൾ പിന്തുടർന്നിട്ട് ആ ഉടുമ്പിന്റെ മാളത്തിലൂടെ നിങ്ങളുടെ ശരീരങ്ങൾ കീറി പറഞ്ഞു പോയാലും, നിങ്ങളുടെ അവയവങ്ങൾ മുറിവേറ്റ് രക്തം തടം തല്ലിയാത്തുടുകയാലും, നിങ്ങൾ ആരെയാണോ ഫോളോ ചെയ്യുക, ആരെയാണോ കാൽപാദങ്ങളാണോ നിങ്ങൾ പിൻപറ്റുക, അവരുടെ ഉടുമ്പിന്റെ മാളത്തിലോട്ട് കടന്നുപോയാൽ ആ ഉടുമ്പിന്റെ മാളത്തിലൂടെ നിങ്ങളും കടന്നു പോകും സഹാബ. ആ സമയത്ത് പരിഭ്രാന്തിയോടെ സഹാബത്ത് ചോദിച്ചു, നബിയേ, ഓ നബിയേ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങാരെയാണ് തിരുദൂതരെ പറയുക? അൽയഹൂദ വന്നസാറാ. യഹൂദികളെയും നസ്രാണികളെയും കുറിച്ചാണോ അങ്ങ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരിച്ചുള്ള പ്രതിവചന കാലഫമൻ. പിന്നെ ആരെ കുറിച്ചാ ഞാൻ പറയുക? ജൂതനസാറാക്കളുടെ. ഏത് ജൂതനസാറാക്കളാണ്? ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ സാക്ഷാൽ ജൂതന്മാർ ഏത് ആചാര അനുഷ്ഠാന രീതികളെയാണോ പിൻപറ്റുക, അതേ രീതികൾ ഇസ്ലാമിക ഭവനങ്ങളിലോട്ട് കടന്നു വരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിക്കുന്നത് എവിടെയാ? വിവാഹത്തിന്റെ ധൂർത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയേടാ. ഇതെവിടെ നിന്ന് കടന്നു വന്നടാ? പാശ്ചാത്യന്റെ കടല് കടന്നു വന്ന രീതികൾ നമ്മൾ
നമ്മൾ വാരിപ്പുണർന്നപ്പോ ആർഭാടമില്ലാതെ ആചാരാനുഷ്ഠാനങ്ങളെ തള്ളി പറഞ്ഞിട്ട് ആർഭാടങ്ങളെ നാം വലിച്ചു മാറ്റിയപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹവേദികൾ വ്യഭിചാരത്തിന്റെ വേദികളായി മാറിയപ്പോ ഏത് വേദികളാ വിവാഹ വേദികൾ? ഒരു വിവാഹത്തിന്റെ തലേ ദിവസം പൊട്ടിക്കുന്ന കുപ്പികളുടെ അളവെത്രയാ? വിവാഹ വേദികളിൽ തലേ ദിവസം കൂട്ടുകാര് കെട്ടിച്ചിട്ട് അവര് പൊട്ടിച്ചു കൊടുക്കുന്ന മദ്യക്കുപ്പിയുടെ കണക്കെത്രയാ? വിവാഹത്തിന്റെ തലേ ദിവസം രാത്രി പകലിനെ പാതിരാത്രി പകലാക്കി മാറ്റി കളിച്ചു നിൽക്കുന്ന ചീട്ടുകളിയുടെ വിരകമായ ദിവസങ്ങൾ എത്രയാ? വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യഭിചാരങ്ങൾ എത്രയാ? ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അഡ്വാൻസ് ആയിട്ട് ജാമ്യം ചോദിച്ചത് കൊണ്ടാ കുറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് സഹോദരങ്ങളെ. സ്ത്രീധനം മാത്രമല്ല, ആ വിവാഹത്തിന് അനുബന്ധമായി കടന്നു വരുന്ന എത്രയെത്രയോ അനാചാരങ്ങൾ, ഈ സമുദായത്തിന്റെ മേൽവിലാസം കളഞ്ഞു കുളിച്ച അനാചാരങ്ങൾ എല്ലാം പാശ്ചാത്യന്റെ പുറകെ കടന്നു പോകുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ തിരുദൂതരെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഇതിന്റെ വരവ് എവിടെ നിന്ന്? നമ്മുടെ തനതായ ശൈലിയിൽ നിന്ന് മാറി വേറൊരു ആചാരത്തെ നമ്മൾ കടമെടുത്തു. ഏതാചാരം? യൂറോപ്പിന്റെ ആചാരം. ഏതാചാരം? ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നൂലല്ലോ. ധൈര്യമായിട്ട് എനിക്ക് പറയാലോ. ഇനി പറയാൻ പറ്റൂല എന്ന് നിങ്ങൾ പറഞ്ഞാൽ 10 പ്രാവശ്യം പറയും. അതാ ഞാൻ 10 പ്രാവശ്യം ഞാൻ പറയും. ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നതിൻ്റെ അന്ന് മാഹിയിൽ ഞാൻ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ച ആളാണ് അന്നത്തെ ദിവസം. പിന്നെ ഇപ്പൊ ഇവിടെ പേടി ഒരു കഥയില്ല. എന്തിനു പേടിക്കാം? മരിച്ച ഒറ്റ മരണമല്ലോ. ഇത് പറഞ്ഞതിന്റെ പേര് ഒരാളെന്നെ വെട്ടിക്കൊന്നാൽ ഞാൻ ഷഹീദ. എന്റെ രക്തത്തുള്ളി താഴെ വീണാൽ ആ സമയത്ത് എന്റെ എല്ലാ പാപവും പൊറുക്കപ്പെടും. അപ്പൊ അത് ചെയ്യുന്ന ഒരാൾ എനിക്ക് നൽകുന്ന ഒരു ദുനിയാവിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവൻ എനിക്ക് നൽകുക. കാരണം ഇത് പറഞ്ഞതിന്റെ പേരിൽ ഒരാൾ എന്നെ വെട്ടിക്കൊന്നാൽ അഹമ്മദ് കബീറിന്റെ രക്തം ഭൂമിയിൽ വീണാൽ അപ്പോ അഹമ്മദ് കബീറിന്റെ 35 വർഷത്തെ സർവ്വപാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ പിന്നെ അഹമ്മദ് കബീറിന് ഈ ദുനിയാവിലൊരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നെ ഷഹീദാക്കുക എന്നുള്ളതാണ്. അള്ളാഹു ആ തൗഫീക്ക് നമുക്ക് നൽകട്ടെ. കണ്ടല്ല നിങ്ങൾ ആള് മിടുക്കന്മാരെ. ഉസ്താദെ ആമീൻ പറഞ്ഞ് സ്വീകരിച്ചു പോയ ജീവിച്ചാൽ ആ ജീവിക്കുന്ന അത്രയും സമയം അഭിമാനത്തോടെ ജീവിക്കും. ആരുടെ മുമ്പിൽ തലകുനിക്കരുത്. അള്ളാഹു തൗഫീക്ക് നൽകണം. ആരുമായി കൊള്ളട്ടെ, ഇസ്സത്തോടെ ജീവിക്കണം. ഞാനിവിടെ കണ്ണൂരിൽ നിന്ന് വന്ന് കാറിൽ കയറിയപ്പോൾ ഇതിന്റെ സംഘാടകർ എന്നോട് പറഞ്ഞു, ഉസ്താദെ പ്രസംഗത്തിൽ 2-3 കാര്യം കൃത്യമായിട്ട് ഉസ്താദ് ഒന്ന് പറയണം. എന്താ? ഒന്ന്, ഉസ്താദിന് ഭയങ്കര റേറ്റാണെന്ന് എല്ലാവരും പറയുക. ഞാൻ പറഞ്ഞു എത്രയാ? അല്ല ഉസ്താദിന് ഒരു ദിവസത്തേക്ക് 25,000 എന്നൊക്കെയാ പറയും. ഞാൻ പറഞ്ഞു ഇപ്പൊ 25,000 മാറ്റി 50,000. എന്തിനാ നമ്മൾ തിരുത്താൻ പോണേ? നമ്മളെന്തിനാ തിരുത്തണേ? ആളുകളുടെ വിചാരം മൊയ്ലിയാരിക്കൊന്നും കൊടുക്കണ്ടെന്ന്. പള്ളിയിലെ മുഖ്രിക്കാണെങ്കിൽ ഒരു നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളം പള്ളിയിലെ മുഖ്രിക്കായിരിക്കും, പിന്നെ മൊയ്ലിയാരിക്കും ആയിരിക്കും. ആളുകളുടെ വിചാരം അഫ്ളൽ ദിക്ർ പലചരക്കടെ പറഞ്ഞ അരി കിട്ടുമെന്ന്. ഞാനീ വാള് പറയാൻ നടന്നിട്ട് ചുമ്മാ ഫ്രീ ആയിട്ട് വാള് പറഞ്ഞ എന്റെ വീട്ടിലെ ഭാര്യയുടെ മക്കളുടെയും കാര്യം എന്റെ പഞ്ചായത്ത് ഓഫീസിൽ നോക്കൂല. പള്ളിയിലെ മൊയ്ലിയാർ വന്ന് പള്ളിയിൽ 10 ദിവസം കിടന്നിട്ട് വീട്ടിൽ പോയാ ഫാത്തിമ ബീവി പറഞ്ഞ പോലെ ദിക്റില്ല, മലക്കൊക്കെ വിശപ്പ് മാറുള്ളൂ, മനുഷ്യന് മാറൂല. മനുഷ്യന് മാറണമെങ്കിൽ ഉരുട്ടി ഉണ്ണണം. അതാദ്യം മനസ്സിലാക്കി. ഫാത്തിമ ബീവി റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ ദിക്ർ പറഞ്ഞു കൊടുത്തു വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു, നബിയെ വിശക്കുന്നു നബിയെ. അള്ളാഹു റസൂലിനെ ഫാത്തിമ ഇങ്ങ് നിനക്ക് 2 ദിക്ർ പഠിപ്പിച്ചു തരാം. പൊന്നുപ്പ, ദിക്ർ തിന്നാ മലക്കൊക്കെ വിശപ്പ് മാറുള്ളൂ, മനുഷ്യർ തിന്നണമെങ്കിൽ ഉരുട്ടി വിഴുങ്ങണം, എന്നാലേ വേണം. അതൊരു കായിദ കുല്ലിയാണ്. ആളുകളുടെ വിചാരം പള്ളിയിലെ മുക്രിക്കും ഖത്തീബിനും ഒന്നും കൊടുക്കണ്ട എന്നാണ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. അല്ലാഹുവേ ദുനിയാവിൽ നല്ലത് താ, ആഖിറത്തിൽ നല്ലത്. അപ്പൊ അതുകൊണ്ട് എന്റെ അഹങ്കാരം ഒന്നുമല്ല. ഞാൻ പറഞ്ഞു നിങ്ങളത് തിരുത്താൻ നിൽക്കേണ്ടത് അങ്ങനെ തന്നെ. അതൊരു ജാരിയായ ഖത്ത് ആയിക്കോട്ടെ. അള്ളാഹു നമുക്ക് നല്ലത് പറയാൻ തൗഫീക്ക് നൽകട്ടെ. നീ ഒരു അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ഫല്യക്കുൽ ഖൈറ, ഒന്നുകിൽ നല്ലത് പറ, ഔ ലിയസ്മുത്, ഇല്ലെങ്കിൽ മിണ്ടാതിരി.
രണ്ടാലൊരു കാര്യം ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറഞ്ഞതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ വിവാഹത്തിന്റെ ധൂർത്തിലോട്ട് കടന്നു വന്നത് യൂറോപ്പിനെ നമ്മൾ കടമെടുത്തത്. എന്താ യൂറോപ്പ്? ഞാൻ ചില സത്യങ്ങളാ പറയുക. എന്താ യൂറോപ്പ് എന്ന് ചോദിച്ചാൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു. എന്താ യൂറോപ്പ് എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട്, രാമു കരിയാട്ട്. രാമു കരിയാട്ടിനറിയോ? രാമു കരിയാട്ട് ആരാ? അത് തന്നെ, എല്ലാം മുത്തക്കികളാ. ചെമ്മീൻ സംവിധാനം ചെയ്ത ആളാ. ആര്? രാമു കരിയാട്ട്. രാമു കരിയാട്ട് ലണ്ടനിൽ പോയി. അദ്ദേഹം ഒരു സായിപ്പൻ. എന്താ യൂറോപ്പ് ഉസ്താദെ? കല്യാണത്തിന് ഏതാ യൂറോപ്പ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്ക് നന്നായിട്ട് കേൾക്ക്. ഇത് ആഹ്റമൊന്നുമല്ല പറയണേ, ഇപ്പൊ നടക്കണ കാര്യമാണ്. ഇപ്പോൾ വന്ന വഴിക്ക് ഞാൻ എത്ര കല്യാണം കണ്ടു, എത്ര വലിയ മാമാങ്കമം. അള്ളാഹു നമുക്കൊരു നല്ല ബോധം നൽകട്ടെ. സഹോദരങ്ങളെ, രാമു കരിയാട്ട് സായിപ്പിന്റെ അതിഥിയായിട്ട് താമസിച്ചു. രാത്രിയിൽ നല്ല കുളിര്. സായിപ്പ് മദാമയും രാമു കരിയാട്ട് അതിഥിയാ. തീ കത്തിച്ചു കുളിര് മാറാൻ. അപ്പൊ മദാമയ്ക്ക് ഭയങ്കര കുളിര്. സാമു കരിയാട്ട് അടുത്തിരിപ്പുണ്ട്, മദാമയുടെ ഭർത്താവ് സായിപ്പ് അടുത്തിരുത്തുണ്ട്. വല്ലാതെ കുളിര് കൂടിയപ്പോ മദാമ പറഞ്ഞു സായിപ്പിനോട്, സായിപ്പ് എനിക്ക് വല്ലാതെ തണുക്കുന്നു, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. അപ്പൊ സായിപ്പ് മദാമയോട് പറഞ്ഞു, എനിക്കിപ്പം നിന്നെ അങ്ങനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മൂഡില്ല, രാമുയെ പറ്റുമെങ്കിൽ നീ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. കാര്യാട്ട് എഴുതിയതാണ്. ശരി, ഇത് കാര്യാട്ട് എഴുതിയതാണ്. ഇതാണ് യൂറോപ്പ്. ഇതാണ് യൂറോപ്പ്. അവനവന് പറ്റിയില്ലെങ്കിൽ അവനവന്റെ പെണ്ണിനെ വെറുതെ. കല്യാണത്തിന് അന്നും തലേന്ന് നടക്കുന്ന ഫോട്ടോ സെഷനിൽ വല്ലവന്റെയും ഭാര്യയാണ് അവനവന്റെ അടുത്ത് നിൽക്കുക. അല്ലേ? എന്താ തലയാട്ടാതെ? ആണോ അല്ലയോ? യഥാർത്ഥത്തിന് വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെ. അവനവന്റെ ഭാര്യയല്ല, മഹറമുമായുള്ള ബന്ധമില്ല, ആരോടൊക്കെ സംസാരിക്കാമെന്ന ബന്ധമില്ല. വിവാഹമായാൽ പിന്നെ എല്ലാം ഏത് ഹറാമുകളും ഹലാലായി മാറുന്ന ഒരു പേക്കൂത്ത്. യൂറോപ്പിന്റെ അതേ സംസ്കാരം, മദാമി സായിപ്പ് നമുക്ക് നൽകുന്ന സംസ്കാരം, ആ സംസ്കാരത്തിലൂടെ കല്യാണം നടത്തിയാൽ യഥാർത്ഥത്തില് കല്യാണമാകൂ എന്നൊരു വസ്വാസം നമുക്കുണ്ടായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിന ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ വസ്വസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. എല്ലാവരും അല്ലാഹുവിനോട് നമ്മൾ പറയാറുണ്ട്, അല്ലാഹുവേ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിന ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ വസ്വസു ഫീ സുദൂരിന്നാസ്. അല്ലാഹുവേ, ഹൃദയത്തിൽ ദുർബോധനം ഉണ്ടാകുന്ന വസ്വാസുകളിൽ നിന്ന് എപ്പോഴും പടച്ച റബ്ബിനോട് കാവലിനെ തേടുമ്പോ യഥാർത്ഥത്തിൽ വസ്വാസം എന്താ? എപ്പോഴും അള്ളാഹിനോട് നമ്മൾ കാവലിനെ തേടുന്നുണ്ട്. അല്ലാഹുവേ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ഞങ്ങളുടെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ട്, ആ വസ്വാസ് മാറ്റിത്തരണം. എന്താ വസ്വാസ് എന്ന് പറഞ്ഞാൽ ഒളു എടുക്കുമ്പോൾ വസ്വാസല്ല, നിസ്കാരത്തിൽ എത്ര റക്അത്തായി എന്നുള്ള വസ്വാസല്ല. യഥാർത്ഥത്തിൽ വസ്വാസ് ഏതാ? ചെറുപ്പക്കാരെ ഇങ്ങോട്ട് നോക്ക്, നിങ്ങളോടാ ഞാൻ പറയണത്. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ചിരിപ്പിച്ചിട്ട് പോകാൻ വന്നതല്ല ഞാൻ, ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. ഖുർആനാണ് യഥാർത്ഥത്തിൽ വസ്വാസ് എന്ന് പറഞ്ഞാൽ എന്താ? ആധുനിക പണ്ഡിതന്മാർ വസ്വാസിന് നിർവചനം പറയുന്നുണ്ട്. അതായത് മുസ്ലിമിന്റെ മനസ്സിൽ തോന്നുക, എനിക്കൊന്നും അറിയില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, അതാണ് വസ്വാസ്. ഞങ്ങളുടെ ആചാരമൊന്നും കൊള്ളില്ല, ഇസ്ലാം എന്നെ ഒന്നിനും കൊള്ളൂല. കാരണം അത് എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, എന്നെ ഒന്നിനും കൊള്ളൂല. എന്തറിഞ്ഞൂടാ? എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. അവൻ്റെതാണ് നല്ലത് എന്ന ഒരു വസ്വാസ് മനുഷ്യന്റെ. ഇതാണ് വസ്വാസ്. അല്ലാതെ നിസ്കാരത്തിൽ എത്ര റക്അത്തായി എന്നുള്ളതല്ല വസ്വാസ്. യഥാർത്ഥ വസ്വാസ് ഏതാ? മുസ്ലിമായിട്ട് താടിയും തൊപ്പിയും വെച്ചിട്ടൊക്കെ പോകാനോ, കല്യാണത്തിന് ഇങ്ങനെ താടിയും തൊപ്പിയൊക്കെ വെച്ചൊരു വെള്ളം കൊണ്ടെടുത്തിട്ട് പോവാനോ, അതൊക്കെ കൊള്ളൂല. നമ്മുടെ ആചാരങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്ന വസ്വാസ്. UK-ലെയാണ് ഏറ്റവും നല്ല കല്യാണം.
യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യന്റെ ബോധം അങ്ങനെയാ. ഈ കണ്ണൂർ ടൗണിൽ നിങ്ങൾ പോയി നോക്കിയാൽ, അല്ലെങ്കിൽ പുതിയങ്ങാടി ബസാറിൽ പോയാൽ സർവ്വ ഇലക്ട്രിക് പോസ്റ്റിന്റെ മുമ്പിലും പരസ്യം കാണും. 2 പരസ്യമാണെന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ. ഒന്ന്, UK പഠിക്കാൻ അവസരം. കേരളത്തിലെ 2 പരസ്യമാണ് പോസ്റ്റുകളുടെ മുകളിൽ കാണുക. ഒന്ന്, UK പഠിക്കാൻ അവസരം. 2, മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്താം. ഈ 2 പരസ്യമാണ് കൂടുതൽ, അല്ലേ? അല്ലേ? ഞാൻ അതല്ലേ, എല്ലാ പോസ്റ്റിന്റെ മുമ്പിൽ വേണ്ട മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്താൻ. 2 അതിന്റെ താഴെ UK പോയി പഠിക്കാൻ അവസരം. ഈ 2 പരസ്യം എല്ലായിടത്തും ഉണ്ട്. ഇത് നമ്മുടെ മനോഭാവമാണ്. ഇത് നമ്മുടെ മനോഭാവമാണ്. ഈ മനോഭാവത്തോട് വിട പറയണം ചെറുപ്പക്കാരാ. ഇൻഷാല്ലാഹ് പറ്റുമോ? ആ ഒരു അഭിനിവേശത്തിനോടും അധിനിവേശത്തിനും മറുപടി പറയുന്ന കാലഘട്ടത്തിന്റെ കാലൊച്ചകൾ കാലേ കൂട്ടി കണ്ടെറിഞ്ഞ് കാലത്തിന്റെ പ്രവാചകന്റെ കാൽപ്പാടത്തിന്റെ അടിയിലൂടെ നടന്നു പോകുന്ന ലോകത്തിന്റെ കാർമ്മശേഷിയുള്ള കാർമ്മിക ശേഷിയുള്ള കർമ്മബുദ്ധിയുള്ള കൂർമ്മബുദ്ധിയുള്ള ഒരു വിഭാഗം കാലത്തിന്റെ കാവലാളുകളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയണം. ഈ പടികടച്ചുപോയ യൂറോപ്പിന്റെ സംസ്കാരത്തോട് വിട പറയണം. കടന്നുപോയില്ലേ റുസ്തമിന്റെ മുമ്പിലേക്ക് റുബീബിന് ആമിർ റളിയല്ലാഹു തആല അൻഹു. ആ സമയത്ത് യൂറോപ്പിന്റെ സ്വർണ്ണ സിംഹാസനം കാണിച്ചു കൊടുത്തിട്ടരാ റുബീബിന് ആമിർ ഹബീബി റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ദൂതന് പഴയ യൂറോപ്പിന്റെ കൊട്ടാരത്തിലോട്ട് കടന്നു ചെന്നപ്പോ ആ സമയത്ത് സ്വർണ്ണ സിംഹാസനം കാണിച്ചു കൊടുത്തിട്ട് റുബീബിന് ആമിറിനോട് പറഞ്ഞില്ല, റുബീയേ എടാ അറബിയിലെ പട്ടിണി പാവമേ ഈ കസൈരയിലോട്ട് കടന്നിരിക്കാൻ പറഞ്ഞപ്പോ ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ സുന്നത്തിനെ ദീവിലോട്ട് കടത്തിക്കൊണ്ടുവന്ന റുബീബിന് ആമിർ എന്ന ചെറുപ്പക്കാരൻ ചോദിച്ചില്ലേ, ചെറുപ്പക്കാരാ ഈ സ്വർണ്ണ സിംഹാസനത്തിലേക്ക് എന്റെ പൃട്ടമെടുത്തു വെക്കുവാനോ? ഇല്ല എന്ന് പറഞ്ഞ് സ്വന്തം വെളിയിലേക്ക് കൈതിരികെ വെച്ചിട്ട് റുസ്തമിന്റെ കൊട്ടാരത്തിന്റെ നേരെ തന്റെ ഒട്ടകത്തിന്റെ മൂക്ക് കയറെടുത്ത് ആ സ്വർണ്ണ സിംഹാസനത്തിന്റെ കാലിലേക്ക് കെട്ടിയിട്ടിട്ട്, നിന്റെ സിംഹാസനത്തിൽ എന്റെ ഒട്ടകത്തിനെ കെട്ടാനല്ലാതെ എന്റെ ശരീരത്തെ വെക്കാൻ നിന്റെ സിംഹാസനത്തിന് കഴിയില്ലെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട റുബീബിന് ആമിർ റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ട റുബീബിന് ആമിർ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട് ഇസ്ലാം ഒന്നിനും കൊള്ളുകയില്ല, ഇസ്ലാമിന്റെ ആചാരങ്ങൾ കൊള്ളുകയില്ല, അതിന്റെ അനുഷ്ഠാനങ്ങൾ കൊള്ളുകയില്ല. ഏതൊക്കെയോ വ്യഭിചാരത്തിന്റെ സംസ്കാരത്തെ പങ്കെടുത്താലല്ലാതെ യഥാർത്ഥത്തിൽ വ്യഭിചാരമല്ലേ യൂറോപ്പിന്റെ സംസ്കാരം. ഇന്ന് കല്യാണ പന്തലുകൾ അങ്ങനെ അതപ്പതിച്ചു പോയെങ്കിൽ യൂറോപ്പാരാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാൽപന്ത് കളിയുടെ അപ്പോസ്തലന്മാരെ ഹൃദയത്തിലോട്ട് ചേർത്ത് വെച്ച എന്റെ കണ്ണൂരിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അർജന്റീനയുടെ ചാട്ടുളി പോലെ കുതിച്ചു പായുന്ന ലയണൽ മെസ്സിയുടെ ഫോട്ടോ എടുത്തിട്ട് ടീഷർട്ടിൽ തേച്ചു വെച്ച എത്തുമ്പോ ആ സമയത്ത് മെസ്സിയുടെ സ്റ്റൈലില് ഹെയർ സ്റ്റൈലുമാക്കി മാറ്റിക്കൊണ്ടുപോയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാടാ നിന്റെ മെസ്സി? ആരാ? റുബീബിന് ആമിറിനെ പരിചയപ്പെട്. നീ നിന്റെ ഏറ്റവും വലിയ താരമായി പരിചയപ്പെടുത്തിയ മെസ്സി ആരാ? പച്ച വ്യഭിചാരിയല്ലേ ലയണൽ മെസ്സി. ആരാ ചെറുപ്പക്കാരാ? പച്ച വ്യഭിചാരിയല്ലേ ലയണൽ മെസ്സി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന തോറ്റുകുന്നം പാടിയപ്പോ, തോറ്റെന്ന് പറഞ്ഞാൽ അന്തം വിട്ട നോക്കല് തോറ്റു. എതിരില്ലാത്ത 4 ഗോളിന് അർജന്റീന പരാജയപ്പെട്ടപ്പോ പരാജയം ആഘോഷിച്ചു തീർക്കാൻ ഹവായ് ദ്വീപിലേക്ക് കാമുകിയുടെ കൈയും പിടിച്ചിട്ട് പിറ്റേ ദിവസം പോയ മെസ്സിയുടെ ഫോട്ടോ സർവ്വപത്രങ്ങളും അച്ചടിച്ചു വരുമ്പോ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തോറ്റപ്പോ കാമുകിയുടെ കൈയും പിടിച്ചിട്ട് വ്യഭിചരിക്കാൻ പോയ മെസ്സിയുടെ ഫോട്ടോയാണ് പിറ്റേ ദിവസം കണ്ടിടെങ്കിൽ പച്ച വ്യഭിചാരിയല്ലേ മെസ്സി, പച്ച വ്യഭിചാരിയല്ലേ യൂറോപ്പ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കഴിഞ്ഞ വേൾഡ് കപ്പ് ആഫ്രിക്കയിൽ നടക്കുമ്പോ, ആഫ്രിക്കയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേശ്യമാരെ ലോകത്തിറക്കുമതി ചെയ്യുന്ന രാജ്യം ആഫ്രിക്ക. ആ ആഫ്രിക്കയിൽ വേൾഡ് കപ്പ് നടക്കുമ്പോ വേശ്യപ്പെണ്ണുങ്ങളെ തികയാതിട്ട് ലണ്ടനിൽ നിന്നും മിസിസിപ്പിയിൽ നിന്നും
വേശ്യമാരെ ഇറക്കുമതി ചെയ്ത് അവസാനം വ്യഭിചാരത്തിന് ഹോട്ടൽ റൂം തികയാണ് വന്നപ്പോ സഞ്ചരിക്കുന്ന വാഹനത്തിന് വേശ്യപ്പെണ്ണുങ്ങൾ ഒരുക്കി കൊടുത്ത വേൾഡ് കപ്പ് വ്യഭിചാരത്തിന് വേണ്ടി വന്നതാണെങ്കിൽ വേണ്ട ചെറുപ്പക്കാരാ, നരകത്തിലോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന, കത്തിക്കാളുന്ന നരകത്തിലോട്ട് വലിച്ചു പോകുന്ന, ഖബറിന്റെ ഭയാനകമായ ശിക്ഷയിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ഈ യൂറോപ്പിന്റെ ആചാരത്തോട് വെടി പറയണം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ഈ യൂറോപ്പിന്റെ ആചാരം നമ്മുടെ വീട്ടിലോട്ട് കടത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളാണ്. പ്രധാനപ്പെട്ട ഒരു ഹദീസ് നിങ്ങളോട് ഞാൻ പറയുകയാ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പിലോട്ട് കടന്നു വന്ന വിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി ജീവിതത്തിന്റെ ത്യാഗസ്മരണകളിലൂടെ കടന്നുപോയ, കത്തിച്ചു പിടിച്ച ഇരുമ്പ് ദണ്ടുകളിലേക്ക് മലത്തിക്കിടത്തിയ ശരീരത്തിന്റെ മുകളിലേക്ക്, നെഞ്ചിന്റെ മുകളിലേക്ക് ഭാരമുള്ള കല്ലുകൾ എടുത്തു വെച്ച് താഴെ വല്ലാതെ കത്തിത്തിളച്ചു നിൽക്കുന്ന ഇരുമ്പ് തുണ്ടുകൾ പച്ചമാംസത്തിലോട്ട് തുളച്ചു കയറി മാംസം മുഴുവനെ കത്തിക്കരിച്ച് ചാമ്പലായി ശരീരത്തിന്റെ കത്തിത്തെരിഞ്ഞ മാംസത്തിന്റെ ഗന്ധവുമായി ഹബീബായ നബിയുടെ അടുക്കലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞു പോയ പ്രിയപ്പെട്ട സഹാബ, സ്വന്തം ദീനിനു വേണ്ടി ഭാര്യ മക്കളെ അനാഥകളാക്കിയ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സഹാബ വഇന്നകും മുബ്തലീതും ബിഫിത്നത്തി സറാ, ഇന്നകും മുബ്തലീതും ബിഫിത്നത്തി ലറാ. എന്റെ പ്രിയപ്പെട്ട സഹാബ, ആരോടാ പറയുന്നത്? സുഹൈബിനോടും അമ്മാറിനോടും ബിലാലിനോടുമോ? ഈ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി വിശ്വസിച്ചതിന്റെ പേരിൽ കുതിരയുടെ 2 കാലുകളിലേക്ക് കൈകാലുകൾ ബന്ധിക്കപ്പെട്ടു ഈത്തപ്പന മരത്തിന്റെ ഇടകളിലൂടെ ഓടുന്ന കുതിരയുടെ കാലിൽ ബന്ധിക്കപ്പെട്ട ശരീരം പോയി ഈത്തപ്പന മരത്തിൽ തല്ലിത്തകർത്തു പോയ കറുത്തവനായ ബിലാലിനോട്, അമ്മാറിനോട്, യാസിറിനോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു വചനം, വിവാഹത്തിന്റെ ദൂർത്തുമായി കടന്നു പോകുന്ന, ആർഭാട വിവാഹത്തിലോട്ട് കടന്നു പോകുന്ന പ്രിയപ്പെട്ട കണ്ണൂരുകാരെ, നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, സഹാബ നിങ്ങൾ വല്ലാത്ത ഫിത്ന കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി വല്ലാതെ നിങ്ങളെ പരീക്ഷിക്കപ്പെട്ടു. ഫസബർതും, ആ സമയത്ത് നിങ്ങൾ ആ പരീക്ഷണങ്ങളെ ക്ഷമിച്ചു. അതിലൂടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിങ്ങൾക്ക് കരഗതമായി. സഹാബ വഇന്നകും മുബ്തലീതും ബിഫിത്നത്തി സറാ, ഒരു കാലഘട്ടം വരും, ഒരു കാലഘട്ടം വരും, ഒരു കാലഘട്ടം വരും. ആ സമയത്ത് സമൃദ്ധി കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുമെന്ന്. സമ്പത്തമൃദ്ധി കൊണ്ട്, സമ്പത്തിന്റെ സമൃദ്ധി കൊണ്ട്. സഹോദരങ്ങളെ അടിവരയിട്ട് കേൾക്കുക, ഇനിയൊരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ സമൃദ്ധി കൊണ്ട്, സമ്പൽ സമൃദ്ധി കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്കിനി ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ സമ്പത്ത് കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പൊന്നുമോനെ, കോടികൾ അടിക്കടി കിട്ടുന്നത് അല്ലാഹുവിന്റെ പരീക്ഷണമാ. സാമ്പത്തികമായി വല്ലാതെ വിജയം നേടുന്നത് പടച്ചറപ്പിന്റെ പരീക്ഷണമാ. ആ പരീക്ഷണം ഒരു കാലത്ത് നിങ്ങൾക്ക് വരുമ്പോ സഹാബത്തിന് മനസ്സിലായില്ല. സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, എന്തോ ഒരു വാചകമാണ് നബിയേ. ആളുകളും ചിന്തിക്കുക, ഇയാൾ പ്രസംഗം ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു എന്നാണ്. മാതിരി ഇടങ്ങറാക്കണ പുസ്തകത്തിനാണ് ഇയാളെ വിളിക്കേണ്ടിയിരുന്നില്ല. ഇപ്പൊ പക്ഷെ കണ്ണു തുറന്നൊന്ന് ചിന്തിക്കും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. കണ്ണു തുറന്ന് ചിന്തിക്ക്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അകക്കണ്ടുറന്നൊന്നു നോക്കിക്കെ മൂടാ, ഉൾസാരമോർത്താൽ ഉറങ്ങാമോ കേടാ. അകക്കു തുറക്കുള്ളടക്കല്ലേ മാടാ, മൂടിട്ട ചെപ്പിൽ മുത്തുണ്ട് കേടാ. അകക്കൺ തുറന്നൊന്നു നോക്കിക്കെ മൂടാ, ഉൾസാരമോർത്താൽ ഉറങ്ങാമോ കേടാ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ഇല്ല, കേട്ടിട്ടില്ല? ആ, ഇപ്പഴല്ല, നീ മിട്ടുക്കം തന്നെടാ മോനെ. പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോര കട്ട, പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട. റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ലേ പൊട്ട, പറന്നുടൽക്കെന്ത് ബഹുമാനം പൊട്ട. കേട്ടിട്ടില്ല?
പറയുന്ന എന്താ ഇത് സാധനം? ഇത് തന്നെ. ഫകൽ കണ്ണടച്ചാൽ ഇരുളാമ ഫൊട്ട, ഫന്തം തെളിച്ചാൽ ഫജറാമ ഫൊട്ട, നട്ടാൽ ഫുൽ നെല്ല് വിളയൂമ ഫൊട്ട, നാരായം വിട്ടാസ് ചുറ്റൂമ ഫൊട്ട. പകൽ കണ്ണടച്ചാൽ ഇരുളാമ ഫൊട്ട. എടാ ഫൊട്ട, പകല് കണ്ണടച്ചു വെച്ചാൽ ഇരുട്ടാവോ? ഇതാണ് സഫലമാല. എന്താണ് സഫലമാല? മോനെ ഇതൊക്കെ പഠിക്കും. ഇതാണ് ഒരു കാലത്തെ മാപ്പിളപ്പാട്ട്. അല്ലാതെ ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം എന്ത് കുറവന്ന് അത് സുക്കൂന അതല്ല കാത്ത്. ഗസറാണെങ്കിൽ വെളി പറയാൻ പറ്റുമോ? അതാ സാധനം, അതാ പാട്ട്. ഇതാണ് ഇത്. ഷുജായി മൊയ്തു മുസ്ലിയാര് അണ്ടത്തോട് വഫാത്തായി കിടക്കുന്നുണ്ട്. ആ മനുഷ്യന് എഴുതിയതാണ്. പറഞ്ഞ ഒത്തിരി പറഞ്ഞു. സമയമായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷുജായി ചോദിക്കുന്നുണ്ട്, മോനെ നീ ആരാ? എടാ നീ ആരാ ഇത്ര വലിയ അഹങ്കാരം കാണിക്കാൻ? പണത്തിന്റെ അഹങ്കാരം. എന്ത് പണത്തിന്റെ അഹങ്കാരം? സാക്ഷാൽ വ്യഭിചാരം നടക്കുന്ന വേദികളായി വിവാഹത്തുണ്ട് മാറുമ്പോ നീ ആരാടാ ഇതിന് മാത്രം അഹങ്കാരം കാണിക്കാൻ? എടാ നീ നിങ്ങളല്ലാട്ട, നിങ്ങൾ ആരെ? എനിക്ക് പോണ്ട ഇവിടെ നിന്ന്. നിങ്ങളെയല്ല. എട്ട് മോനെ ആരാ നീ അഹങ്കാരം കാണിക്കാൻ? നീ ആരാടാപ്പാ? ഇട്ട് നിന്നേക്കാളും വലിയ അഹങ്കാരികൾ എവിടെ? നജീബ് വാക്കബ് ഞാൻ വന്നപ്പോ കാറൂന്റെ കഥ പറയും. കാറൂനല്ലേ? കാറൂന്റെ ആരാ കാറൂൻ? ആരാ ഫിറഔൻ? ആരാ ഫിറഔൻ? കരയിൽ കിടന്ന് വ്യഭിചരിച്ചിട്ട് കൊതി തീരാഞ്ഞിട്ട് കടലിൽ കിടന്ന് വ്യഭിചരിച്ച ആളാണ് ഫിറഔൻ. കരയിൽ കിടന്ന് വ്യഭിചരിച്ചിട്ട് കൊതി തീരാതെ കടലിൽ കിടന്ന് വ്യഭിചരിച്ച ആളാണ് ഫിറഔൻ. ആ ഫിറഔൻ എവിടെ? ആ ഫിറഔൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിച്ച ആളാ അല്ലേ? അല്ലേ? അല്ലെന്നാ പറയാ. ഫിറഔൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിച്ച ആളാ. ഒരർത്ഥത്തിലാളത് പറഞ്ഞിട്ട് മരിച്ച ആളല്ലേ? അല്ലേ ബാക്കി നിങ്ങൾ ഫിറൗൻ ലാനത്തുല്ലാഹിലെ ഫിറൗൻ ആരാ? ഫിറൗൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിച്ച ആളാ. നമ്മൾ ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതിരിക്കുകയാണ്. നമ്മൾ ഫിറൗൻ പറഞ്ഞ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ചാൻ വേണ്ടി ഇരിക്കുക. അപ്പൊ നമ്മൾ ആരാ? ഫിറൗനെ ചത്തിട്ടുള്ളൂ, ഫിറൗന്റെ പ്രേതം ചത്തിട്ടില്ല. അബൂജഹലെ ചത്തിട്ടുള്ളൂ, അബൂജഹലിന്റെ പ്രേതം ചത്തിട്ടില്ല. അതിവിടെയൊക്കെ ഉണ്ട്. നിങ്ങളുടെ മഹല്ല് ഉണ്ടോന്ന് ചോദിച്ചാൽ അബൂജഹലി ചത്തിട്ടില്ല, അബൂജഹലിന്റെ പ്രേതം ചത്തിട്ടില്ല. അത് ഞങ്ങളുടെ മഹല്ലിലൊക്കെ ഉണ്ടോ ഉസ്താദ് ചോദിച്ചാൽ ഉണ്ടെന്ന് ഞാൻ പറയും. പറയണോ? കാണിച്ചു തരണോ? ഇങ്ങോട്ടോ? ഞാൻ കാണിച്ചു. അബൂജഹലിന്റെ പ്രേതത്തെ നമ്മുടെ മഹല്ലിലുണ്ടെങ്കിൽ എപ്പൊ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. ഇതാണ് വാക്കവി. ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. ഹറമിന്റെ തൊട്ടടുത്താണ് നബി തങ്ങൾ താമസിച്ചത്. അതിനേക്കാൾ തൊട്ടടുത്താണ് അബൂജഹൽ താമസിച്ചത്. പക്ഷെ മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് കേട്ടിട്ട് ഇന്നേ വരെ തൊട്ടടുത്ത് താമസിച്ച അബൂജഹൽ പള്ളിയിൽ കേട്ടിട്ടില്ല. ഇന്ന് നമ്മുടെ പുതിയങ്ങാടി പള്ളിയുടെ അടുത്ത് ബാങ്ക് കേൾക്കുമ്പോൾ ഒത്തിരി അബൂജഹൽ അടുത്ത് കിടപ്പുണ്ടാവും. എന്താ ഇല്ലേ? അബൂജഹലിന്റെ സ്വഭാവം അങ്ങനെ തന്നെ ഉള്ളവനല്ലേ ഇവൻ? ഇവ കെലിമ പറഞ്ഞു എന്നുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ പ്രേതം ഇപ്പോഴും ഉണ്ട്. ഫിറഔൻ ആരാ? ഫിറഔൻ ഏറ്റവും വലിയ അഹങ്കാരി. ആരാ ഫിറഔൻ? ആരാ ഫിറഔൻ? ആരാ? കടലിൽ കരയിൽ നിന്ന് വ്യഭിചരിച്ചിട്ട് കൊതുനീരാണ് കടലിൽ കിടന്ന് വ്യഭിചരിച്ച ആളാണ് ഫിറഔൻ. പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. കടലിലെ വ്യഭിചാരം ആദ്യ ലോകത്ത് നടപ്പാക്കിയത് ഫിറഔനാണ്. ഇന്ന് മിക്ക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെയും ഹോട്ടൽ ഫ്ലോട്ടിംഗ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കടലിന്റെ മുകളിൽ. കടലിന്റെ മുകളിൽ 5 സ്റ്റാർ ഹോട്ടൽ എന്തിനാ? അഫ്ളൽ ദിക്ർ നടത്താനാ? എന്തിനാ? ഇത് ഫിറഔൻ തുടങ്ങി വെച്ചത്. ഇന്നത്തെ ടൂറിസത്തിന്റെ ഏറ്റവും വലിയ സാധ്യത ജലാശയത്തിലെ ഹോട്ടലാണ്. ഇത് ഫിറഔൻ തുടങ്ങി വെച്ചത്. ഈ ഫിറഔൻ ആരാ? പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ അഹങ്കരിച്ചവനല്ലേ ഫിറഔൻ? ഏറ്റവും കൂടുതൽ അഹങ്കരിച്ച ഫിറഔൻ. മൂസാ നബി പറഞ്ഞില്ലേ, ഫറോവ വേണ്ട വേണ്ട, റബ്ബന തുമിസ്സലാം വാലിഹിം വസ്തുദ് അലാ ഖുലൂബിഹിം ഫലാ യുമിനൂ ഹത്താ യറവുൽ അദാബൽ അലീം. ഫറോവയുടെ അഹങ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫറോവയ്ക്ക് സമ്പത്തുണ്ട്, ഫറോവയ്ക്ക് ആരോഗ്യമുണ്ട്. ഖുർആനാണ് പറഞ്ഞത് സമ്പത്തിന്റെ
പേരിൽ അഹങ്കരിച്ച ഫറോവയോട് കലീമുല്ലാഹി മൂസാ നബി പറഞ്ഞില്ലേ, ഫറോവ അഹങ്കരിക്കല്ലേ ഫറോവ. സമ്പത്തിന്റെ പേരിൽ ഫറോവ അഹങ്കരിച്ചു. നമ്മൾ അഹങ്കരിച്ചതുപോലെ അവസാനം ചെങ്കടലിൽ മുങ്ങിച്ചാകുമ്പോ ഉപ്പുവെള്ളം നിന്ന് അണ്ണാക്കിലോട്ട് കയറി മരണമുറപ്പായപ്പോ ആ സമയത്ത് ഫറോവ പറഞ്ഞില്ലേ, അല്ലാഹുവേ ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായേൽ വിശ്വസിച്ച മൂസായെ അല്ലാഹനെ കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാ. മരിക്കുന്ന സമയത്ത് അല്ലാഹനെ വിശ്വസിച്ചവനല്ലേ ഫറോവ. എവിടെ പോയി സഹോദരാ, എവിടെ പോയി സഹോദരി? പക്ഷേ കരിഞ്ഞില്ലല്ലോ ഫറോവ. ആരാ? ഞാൻ നേരിട്ട് കണ്ടതാണ്. ഈജിപ്തിലെ മ്യൂസിയത്തിന്റെ മുകളിൽ നെടുനീളനെ പോലെ മറന്നു കിടക്കുന്നുണ്ട് ഫറോവ. ആരാണ് അയാളെന്നറിയോ? ഈജിപ്ത് മ്യൂസിയത്തിൽ 3 മാസങ്ങൾക്ക് മുമ്പ് പോകുമ്പോ ഫറോവയുടെ മമ്മി കണ്ടിട്ട് ഞാൻ ഓട്ടുപോയി, അല്ലാഹുവേ ആരാ കിടക്കുന്നതാരാ? അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ. സമ്പത്ത് കിട്ടിയപ്പോൾ അഹങ്കാരത്തിന്റെ മേലെ കടലിൽ കിടന്ന് വ്യഭിചരിച്ചവന്റെ ഡെഡ് ബോഡി കിടക്കുന്നത് കണ്ടപ്പോ എന്തേ സഹോദരങ്ങളെ ഇനിയും മനസ്സിലാകുന്നില്ലയോ? നീ ആരാണ് മോനെ? നിന്നേക്കാൾ വലിയ ഫറോവ ചത്തടിഞ്ഞ മണ്ണാണിത്. ഫറോവയുടെ മയ്യത്ത് നിന്നത് ഈ മണ്ണാണ്. അരിസ്റ്റോട്ടിൽ ചത്തതും ഈ മണ്ണിലാണ്. ഹിപ്പോക്രാറ്റസ് ചത്തതും ഈ മണ്ണിലാണ്. സോക്രട്ടീസിന്റെ മാംസം നിന്നതും ഈ മണ്ണിന്റെ പുഴുക്കളാണ്. അതുകൊണ്ട് മോനെ പൊട്ടാതെ മുന്തുള്ളി ഫിഞ്ചോര കെട്ട പിന്നീന് കാസം ചുമന്നോരു കൊട്ട വിട്ടാച്ചത്ത ചകമല്ല പൊട്ട പറഞ്ഞിന്റെ ഉടൽക്കെന്ത് ബഹുമാനം പൊട്ട. ഞാൻ വളരെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് മോനെ വാക്കവിരൽ പങ്കടിയുമ്പോൾ പോകും. നാളെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഉഷാർ വാക്കവി കടന്നു വരും. അദ്ദേഹത്തിന്റെ ഉപ്പ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയി. കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അത് കഴിഞ്ഞ് തിരിച്ചു പോയാ മോനെ വീണ്ടും ജീവിതത്തിലോട്ട് കടന്നു പോയാൽ, പെങ്ങളെ ആർഭാടത്തിലോട്ട് കടന്നു പോയാൽ, വല്ലാഹി എന്നെയും നിന്നെയും പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ദിവസം എല്ലാം വിട്ടിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ, എല്ലാം ഇവിടെ വിട്ട് തിരിച്ചു പോകുമ്പോ ആർഭാടത്തിന്റെ കോടാലി നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോ അക്തിറൂരിക്കറ ആദിമില്ലല്ലാ. എല്ലാ ആഡംബരവും എല്ലാം നശിച്ചു പോകും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. മലയാളത്തിന്റെ സാഹിത്യകാരൻ MTയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ മരണം കടന്നു വരും. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് എനിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷണിക്കപ്പെടാത്ത അതിഥി, രംഗബോധമില്ലാത്ത കോമാളി, അവൻ എവിടെയാ വരേണ്ടതെന്നറിയില്ല. മോനെ ഇതിനു മാത്രം അഹങ്കരിച്ചിട്ട് ഇപ്പൊ മൊയ്ലിയാര് പറഞ്ഞാലും ശരി, പള്ളിയിലെ ഖത്തീബ് പറഞ്ഞാലും ശരി, പള്ളിയിലെ ഖത്തീബിനെ പടിയടച്ച് പിണ്ടം വെക്കാം, പള്ളിയിലെ ഖത്തീബിനെ പിരിച്ചുവിടാം. ലോകത്ത് സ്ഥിരതയില്ലാത്ത രണ്ട് കാര്യമേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ റൂഹ് എപ്പോ പോകുമെന്നും പറയാൻ പറ്റില്ല. ഖത്തീബിന്റെ ജോലി എപ്പോ പോകുമെന്നും പറയാനും പറ്റില്ല. രണ്ടും അജലെത്തിക്കഴിഞ്ഞാൽ റൂഹ് 1 മിനിറ്റ് മുമ്പോട്ടുമില്ല പുറകോട്ടുമില്ല. ഖത്തീബിന്റെ ജോലി ഇക്കാമത്ത് കൊടുക്കണം, അവർ നിൽക്കാൻ പാടില്ല, പിരിച്ചും പൊക്കണം. രണ്ടും ലാ യസ്തഖ്ദിമൂൻ വലാ യസ്തഖിറൂൻ. ഇതിന്റെ ഇടയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിരിയുന്നതിന് മുമ്പ് ഞാൻ ഓർമ്മിപ്പിക്കുക, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതിന് മാത്രം അഹങ്കരിക്കാൻ നമ്മളാരാ? ആരടാ പറയുന്നത്? ഖത്തീബ. എന്റെ ആർഭാടത്തിനെതിരെ ഒരു നാട്ടിലെ ഖത്തീബിനെ ഒരു വീട്ടുകാർ ബഹിഷ്കരിച്ചു. ഞാൻ അന്വേഷിച്ചു എന്താ കഥ. അത് ആർഭാട കല്യാണത്തിനെതിരെ ഖത്തീബ് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ചു. വീട്ടുകാർ ഖത്തീബിനെ ബഹിഷ്കരിച്ചു. ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്, അത് അഹങ്കാരം. കൊണ്ടുപോയി കാർഡങ്ങോട് കുത്തിക്കയറ്റിയാ കുറെ പച്ചനോട്ട് ഇങ്ങോട്ട് വരും ATM കൂടെ. അതായിപ്പോ അഹങ്കാരം. മോനെ ഇതൊക്കെ പോകും. നീ ആരടാ? അള്ള പറയട, നീ വലിയ അഹങ്കരിക്കണ്ട. ഫൊട്ടാ നീ മുൻതുള്ളി ഫിഞ്ചോര കറ്റ. മോനെ നീ ആരാ? നീ ആരാ? ആര് കണ്ടാലും തൊടാനറയ്ക്കുന്ന ഒരു തുള്ളി ബീജമല്ലായിരുന്നു നീ. നിന്റെ സിട്ടിപ്പ് എവിടെന്ന്? ഗോൾഡിന്നൊന്നുമല്ല, പ്ലാറ്റിനത്തിത്തൊന്നും അല്ല ഉണ്ടാക്കിയത്. പിന്നെ ആര് കണ്ടാലും തൊടാനറയ്ക്കുന്ന, കണ്ടാലുടൻ തുടച്ചു മാറ്റാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു ഇന്ദ്രിയ തുള്ളി നല്ലടാ നിന്നെ അള്ളാഹ് സൃഷ്ടിച്ചത്.
നല്ല വീതിയുള്ള കരയൊക്കെ എൻ്റെ കഥയാണ് കേട്ടാ. നല്ല സ്വർണ്ണ കരയൊക്കെ ഉടുത്ത് നല്ല കതർ അള്ള കതറാക്കിയതായിരിക്കും. നല്ല കതറൊക്കെ പശമുക്കി ഇങ്ങനെ ഇട്ടിട്ട് നീ ഇങ്ങോട്ട് വരണ കണ്ടാ നീ ആരുടെ മോനെ? ഓ നല്ല കതറൊക്കെ പശയൊക്കെ ഇങ്ങോട്ട് മുക്കിയിട്ട് അവനിങ്ങോട്ട് വരണണ്ട. ഇവിടെ ട്രിവാൻഡ്രത്തൊരു കോൺഫറൻസ് ഉണ്ട്, ചാലച്ചന്തയിൽ ചാക്ക് കച്ചവടം. അവന് പറയാനായിട്ടാണ്ടല്ല ഇങ്ങോട്ട് വെച്ചിട്ട് ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ നമ്മളാരാ മോനെ? ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ നമ്മളാരാ? പിന്നീന്ന് കാഷ്ടം ചുമന്ന ഒരു കൊട്ട, കുറെ കാഷ്ടവും ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് ആണ് നമ്മൾ. ഈ വസ്ത്രത്തിന്റെ ഉള്ളിൽ എന്താ? ഈ വസ്ത്രത്തിന്റെ ഉള്ളില് ഒരുമാതിരി കാഷ്ട. ചിന്തിക്ക് ടോയ്ലറ്റ് ആണ് നമ്മൾ. കഴിക്കുക ഇല്ലേ? കഴിക്കുക, ഖാന പീന സോന ഹഗ്ന, തീർന്നു. ഇതപ്പുറത്തോട്ട് എന്താ? ഇനി ഈ റൂഹങ്ങട് പോയാ പിന്നെ നീ ആരാ? മനുഷ്യൻ ആർഭാടത്തെ ഓർത്ത് വിലപിക്കുമെന്ന് ഖുർആൻ. ഞാൻ അതാ പറയുക. ഇനി അതാ പറയുക, മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്ത ആർഭാടത്തെ ഓർത്ത് വിലപിക്കും, ആർഭാട കല്യാണത്തെ ഓർത്ത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ സംഘാടകർക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട്, ഒരു പാവപ്പെട്ട ഒരു കുട്ടിയെ വിവാഹം കഴിച്ചു വിടണം. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായി സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. എല്ലാ സഹോദരങ്ങളും, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് മുമ്പ്, എല്ലാ സഹോദരങ്ങളും ഒരാൾ പോലും ഒഴിവാകരുത്. എല്ലാ സഹോദരങ്ങളും വളരെ കാര്യമായി ഒരു നല്ല സദക്ക, ഒരു ബക്കറ്റ് പിരിവായിട്ട് കണക്കാക്കരുത്. ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണത്തിന് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം, 100, 500, 1000, 10,000 എത്രയായാലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് ആ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം 10 സലാത്ത് ചൊല്ലി ദുആ നടക്കും. എല്ലാവർക്കും അറിയാം, ഞാൻ ഏതാണ്ട് 10-18 വർഷമായി കേരളത്തിന്റെ അകത്തും പുറത്തും വാത് പറയുന്നത്. ഇങ്ങോട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഞാൻ അവാമിലോദന സമയത്ത് വാത് പറയാൻ തുടങ്ങിയ ആളാണ്, മീശ മുളക്കണതിന് മുമ്പ്. അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് എത്രയോ സദസ്സുകൾ അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്താ മനുഷ്യന്മാരെ, ഇയാൾ ഒടുങ്ങിപ്പോണമെന്ന? അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്താ ലാഭം എന്ന് ചോദിച്ചാ 25,000 കിട്ടുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഈ മനുഷ്യന്മാർ പറയണല്ലാതെ ഒരാളും തരണമില്ല. വാ, അൽഹംദുലില്ലാഹ്, ഞാൻ തന്നെ ഇട്ടേക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഖൈറും ബറക്കത്തും തരട്ടെ. പണ്ടെല്ലാരും പറയും ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ കൈക്കോട്ട് മാതിരിയാണ്, ഇങ്ങോട്ട് മേടിക്കുള്ളൂ. ഇപ്പൊ 2013 ശേഷം നമ്മുടെ സംഘടന കൂടി അത് മാറ്റി. ഇപ്പൊ നമ്മുടെ JCB മാതിരിയാണ്, ഇങ്ങോട്ടും ഭരിക്കാം അങ്ങോട്ടും തൊഴും. അള്ളാഹു നമ്മുടെ എല്ലാ ഉസ്താദന്മാരും അള്ളാഹു അവരെല്ലാവരെയും അള്ളാഹു ഖൈറിലാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, എന്റെ കാസറ്റൊക്കെ നിങ്ങൾ കേൾക്കുന്നവരാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ സദസ്സിലെ ദുആ കൊണ്ട് 20 വർഷമായി കുട്ടികളില്ലാത്തവർ അള്ളാഹു സാലിഹ്യങ്ങളായ മക്കളെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആകെ ലാഭം എന്താണെന്നറിയോ? ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോ ഞാൻ ഏതാണ്ട് കണ്ണൂരെത്തിയിട്ടില്ല, തലശ്ശേരി വന്നൊരു ചായയൊക്കെ കുടിച്ച് കയറുമ്പോ എന്നെ ഒരാൾ ഫോൺ ചെയ്തു. ഇവിടെ തലശ്ശേരിക്ക് അടുത്തുള്ള ആളാണ്. എന്നോട് പറഞ്ഞു, ഉസ്താദെ എന്റെ ഒരു സന്തോഷവാർത്ത ഉസ്താദിനോട് പറയാൻ വിളിച്ചാൽ ഞാൻ ഇന്ന് പറഞ്ഞൊരു കാര്യം പറയും. ഞാൻ ചോദിച്ചു, എന്താ ഉസ്താദെ? എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടിയാണ്, അടുത്തുള്ള ഹൈന്ദവ ചെറുപ്പക്കാരനുമായി സ്നേഹബന്ധത്തിലായി അവനുമായി ഒളിച്ചുപോയി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഇവയാൾ അറിഞ്ഞ്, ഇയാൾ അയൽപക്കക്കാരനെ സംഭവം അറിഞ്ഞു. ആ നാട്ടിലെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അവിടുത്തെ പ്രധാനപ്പെട്ട സ്ത്രീകളെയൊക്കെ കൂട്ടിപ്പോയി ആ പെൺകുട്ടിയെ പോയി കുറെ ഉപദേശിച്ചപ്പോ പെൺകുട്ടി മാറിയില്ല. അവസാനം അവിടെയുള്ള ഒരു കാളിയാരുടെ അടുക്കലേക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു, ഒന്ന് ഉപദേശിപ്പിക്കാൻ വേണ്ടി. പെൺകുട്ടി പറഞ്ഞു, ഞാൻ അവനെ കല്യാണം കഴിക്കൊരു മാറ്റമില്ല. വാപ്പയും ഉമ്മയും അടക്കം നാട്ടിലെ മുഴുവൻ ആളുകളും സമ്മതിച്ചു. ആ പെൺകുട്ടി അവിടെ പോയി കാളിയാര് കുറെ തലയ്ക്ക് പിടിച്ചൊക്കെ ഓതി മന്ത്രിച്ചു കൊടുത്തു. അപ്പോഴും പെൺകുട്ടി നിലപാട് മാറ്റിയില്ല. അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളോട് നന്ദി പറയാൻ വെച്ചാൽ ഇതിനിപ്പോ എന്നോട് നന്ദി പറയുന്നത് എന്തിനാ? തിരിച്ചിങ്ങോട്ട് വരുമ്പോ കാറില് ഉസ്താദിന്റെ മരണത്തെ കുറിച്ചുള്ള കാസറ്റ് ഇട്ട് കൊടുത്തു. ഈ പെൺകുട്ടി കാസറ്റ് കേട്ടു. വീട്ടിൽ വന്നിറങ്ങിയപ്പോ സംഘാടകർ അവരോട് പറഞ്ഞു, ഇനി ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് മാറി, ഞാൻ പോകുന്നില്ല.
അള്ളാഹു ആ മനസ്സ് നിലനിർത്തി കൊടുക്കട്ടെ. ഈ വഅദ് കൊണ്ട് കിട്ടുന്ന ലാഭം ഏതെന്ന് ചോദിച്ചാൽ ഇതാണ്. കിട്ടുന്ന ലാഭം ഏതെന്ന് ചോദിച്ചാൽ ഇതാണ്. 10,000-കണക്കിന് ആളുകൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജനാവലി തടിച്ചുകൂടിയത്. നാളെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഉഷാദ് ബാക്കവി വരും. അള്ളാഹു ആരോഗ്യത്തിലുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കും. അദ്ദേഹത്തിന്റെ വാപ്പ റമദാനിൽ മരണപ്പെട്ടു. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ആ മനുഷ്യൻ വലിയ ഭാഗ്യവാനാണ്. അദ്ദേഹത്തിന്റെ വാപ്പ വലിയ ഭാഗ്യവാനാണ്. കാരണം അയാൾക്ക് ഖബറിൽ കിടന്ന് സന്തോഷിക്കാൻ ഈ ഒരു മോൻ മാത്രം മതി. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ തരട്ടെ. റമദാൻ 17-ാം രാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം ബദർ യുദ്ധം നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വാപ്പ വഫാത്താവുന്നത്. വെള്ളിയാഴ്ച ദിവസം ജുമയ്ക്ക് മുമ്പേ ഖബറടക്കി. ആ മനുഷ്യൻ വലിയൊരു ഭാഗ്യവാനല്ലേ. അദ്ദേഹം കഷ്ടപ്പെട്ട് വളർത്തിയൊരു മകൻ ഒരു ദിവസം എത്രയോ 10,000 അദ്ദേഹത്തിന് വേണ്ടി ആമീൻ പറയും. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള മക്കളെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അള്ളാഹുവിനാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. സ്വന്തം മക്കളെ കൊണ്ട് ദുനിയാവിൽ നേടുന്നതിനേക്കാളേറെ ആഖിറത്തിൽ നേടാൻ. സ്വന്തം മക്കളെ കൊണ്ട് നമ്മൾ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുക? നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ ഇങ്ങനെ വിശ്രമമില്ലാതെ കഷ്ടപ്പെടുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞ കഷ്ടപ്പാട് എൻ്റെ മക്കൾ അറിയരുത് എന്ന ഒരു അത്യാഗ്രഹമാണോ ആഗ്രഹമാണോ അതെനിക്കറിയില്ല. അതുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ട ആളാണ്. അങ്ങനെയൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പെട്ടതുപോലെ കഷ്ടപ്പെട്ട ഒരാൾ ഈ സദസ്സിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ കഷ്ടപ്പാടിന് പകരം എൻ്റെ മക്കൾ എനിക്ക് നൽകേണ്ടത് ദുനിയാവിലല്ല, അതിനേക്കാൾ കൂടുതൽ ആഖിറത്തിൽ. മരിച്ചിട്ട് അഹമ്മദ് കബീറും മലന്ന് മണ്ണിൽ കിടക്കുമ്പോൾ മക്കൾ വന്നിട്ട് തന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ ഉപ്പയാണെന്ന് പറഞ്ഞ് ഖബറിന്റെ അടുക്കൽ നിന്ന് യാസീനോദി ദുആ ചെയ്യും. മരിച്ചു പോയാലും മനസ്സിൽ മറയാത്ത പിതാവായി മക്കളുടെ മനസ്സിലുണ്ട്. അള്ളാഹു നമുക്ക് അങ്ങനത്തെ മക്കളെ തരട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ അങ്ങനെ ആക്കി തരണേ തമ്പുരാനെ, അങ്ങനെ ആക്കി തരണേ തമ്പുരാനെ. നാളെ ആഖിറത്തിലെത്തുമ്പോ ഇതെന്റെ ഉപ്പയാന്ന് പറഞ്ഞ് കൈപിടിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന മക്കളാക്കി തരണം. അള്ളാഹുവേ, നീ അങ്ങനെ ആക്കി തരണേ തമ്പുരാനെ. അങ്ങനെ ആക്കണമെങ്കിൽ ഒരു വിഷയം പൂർണ്ണമായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ ആവാൻ കഴിയണമെങ്കിൽ ആരെയും നമ്മുടെ മക്കൾക്ക് തർബിയത്ത് കൊടുക്കണം. കല്യാണം അടക്കം ജനനം മുതൽ ആ മക്കൾക്ക് ആ തർബിയത്ത്. കാരണം എല്ലാം വിട്ടിട്ട് പോകും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. എല്ലാം വിട്ടിട്ട് പോകും. റൂഹൊന്നു വിട്ടാൽ ചത്ത ചകമല്ലേ പൊട്ട, ഫറനിന്റെ ഉടൽക്കെന്ത് ബഹുമാനം പൊട്ട. പൊന്നുമോനെ, ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് വിട പറഞ്ഞു പോയാൽ ഈ ശരീരത്തോട് കൂടുകെട്ടി പാർക്കുന്ന ആത്മാവ് വിട പറയലായി. അസ്റായീൽ നിന്റെ അടുക്കലേക്ക് വരലായി. റൂഹ് വിട പറഞ്ഞ് നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്നെ മലത്തി കിടത്തുമ്പോ ആ സമയത്ത് നിന്നെ കാണാൻ ആളുകൾ വരലാണ്. ഫറനിന്റെ ഉടൽക്കെന്ത് ബഹുമാനപ്പെട്ട. പൊന്നുമോനെ, ആ സമയത്ത് നിന്റെ ശരീരത്തെ ബഹുമാനിക്കാൻ ആരാണുള്ളത്? ആ സമയത്ത് നിന്റെ മുമ്പിൽ തലകുനിക്കാൻ ആരാണുള്ളത്? ആ സമയത്ത് നിന്റെ ശരീരത്തിൽ റീത്ത് വെക്കാനല്ലാതെ ആ ശരീരത്തിൽ റീത്ത് വെച്ചിട്ട് കാര്യം എന്താ ഉള്ളത്? വെള്ളത്തുണിയിലും മനന്ന് കിടക്കുമ്പോ ആ സമയത്ത് 10 പേര് രാഷ്ട്രീയ നേതാവാന്ന് പറഞ്ഞ് ഇവൻ ഇവിടുത്തെ വാർഡ് മെമ്പറാന്ന് പറഞ്ഞ് റീത്ത് വെച്ചിട്ട് കാര്യം എന്താ ഉള്ളത്? ഇരുമ്പിന്റെ ഉലക്ക വിഴുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ? തഴവാ ഉസ്താദ് മനോഹരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇരുമ്പിന്റെ ഉലക്ക വിഴുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ? എടാ, ഇരുമ്പിന്റെ ഉലക്ക വിഴുങ്ങിയവൻ ചുക്കിന്റെ കഷായം കുടിച്ചിട്ട് കാര്യം എന്താണുള്ളത്? ജീവിതത്തിൽ ഇതേവരെ നന്മ ചെയ്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല, ആർഭാടത്തിന്റെ വടിയിലൂടെ നടന്നവനാ, ആലിമീങ്ങളെ പരിഹസിച്ചവനാ. അവൻ മരിച്ചിട്ട് മരന്ന് കിടക്കുമ്പോ അവന്റെ
മുകളിൽ റീത്ത് വെച്ചാൽ ഇരുമ്പിന്റെ ഒലക്ക വിടുങ്ങിയവന് ചുക്കിന്റെ കഷായം കൊടുക്കുന്നത് മാതിരിയാ. എന്താണ് അവൻ അതിരുകൊണ്ട് നേടാനുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെ സഹോദരങ്ങളെ, അവസാനം ഇവിടെ നിന്ന് വിട പറയുമ്പോ, മാതാപിതാക്കളും മക്കളിൽ നിന്ന് പൊട്ടിക്കരയുമ്പോ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്നു നീ കിടക്കുന്നേ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. അഹമ്മദ് കബീറിന്റെ മയ്യത്തവന്റെ വീടിന്റെ മുമ്പിൽ കിടക്കുകയാണ്. എന്റെ പൊന്നുമക്കൾ എന്നെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. ഉപ്പാ ശനിയാഴ്ച വീട്ടിൽ നിന്നിറങ്ങുമ്പോ വ്യാഴാഴ്ച തിരിച്ചു വരാമെന്ന് പറഞ്ഞ് യാത്രയും പറഞ്ഞ് മുത്തം നിന്ന് പോയ ഉപ്പാ. ഓർക്ക് സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരു ദിവസം വീടിന്റെ മുമ്പിൽ നമ്മൾ എത്തുകയില്ലേ? ഒന്നും അറിയാതെ മറന്നു കിടക്കുകയില്ലേ? നമ്മുടെ മക്കള് നമ്മളെ കെട്ടിപ്പിടിച്ച് കരയില്ല മക്കളെ. ഉപ്പാ കണ്ണു തുറക്കുപ്പാ, ഒന്ന് ചിരിക്കുപ്പാ, ഒരു മുത്തന്താ ഉപ്പാ. ആ സമയത്ത് മറന്നു കിടന്നിട്ട് സ്വന്തം മക്കളോട് പറയാൻ കഴിയേണ്ട മക്കളെ, ഉപ്പാക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഉപ്പാക്കൊരു നട്ടവും സംഭവിച്ചിട്ടില്ല. ഹശർ മേ ഫിർ മിലേ ഗേ മേരേ ദോസ്തോ, ബസ് ഗയി बस गई ये मकाम आखिरी आखिरी. മക്കളെ ഉപ്പ പോവുകയാണ്, മക്കളെ ഉപ്പ പോവുകയാണ്, ഉപ്പ പോവുകയാണ് മക്കളെ. ഹശ്റുമേ ഫിർ മിലേംഗേ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് സ്വർഗ്ഗത്തിൽ വെച്ച് കാണാം, പരലോകത്തിൽ വെച്ച് കാണാം. എന്റെ ശബ്ദം കേൾക്കാൻ ഈ പാതിരാത്രി വരെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ, നാളെ മരിച്ചിട്ട് ഇന്ന് രാത്രി പകല് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയില്ല എങ്കിൽ, നാളെ മരിച്ചിട്ട് മണ്ണിന്റെ അടിയിലോട്ട് കടന്നു പോയെങ്കിൽ, നാളെ പരലോകത്ത് നമ്മുടെ മക്കളെ കാണണ്ടേ, ഭാര്യയെ കാണണ്ടേ, നമ്മുടെ മാതാപിതാക്കളെ കാണണ്ടേ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിന്റെ മുമ്പ് കത്തിക്കാളുന്ന നരകം ഇങ്ങനെ കടന്നു വരുമ്പോ, കത്തിക്കാളുന്ന നരകം ഇങ്ങനെ അട്ടഹാസത്തില്, എടാ പൈസക്ക് കൊടുത്തവനെ, എടാ വ്യഭിചാരി, എടാ കള്ളുകുടിയനെ, എന്റെ അടുത്തേക്ക് ഓടാന്ന് പറഞ്ഞ് നരകം ഇങ്ങനെ മാടി വിളിച്ചു വരുമ്പോ, പൊന്നുമോനെ യുവാക്കളെ, നരകമെന്ന് പറഞ്ഞാൽ വെറുതെ പണിത് വെച്ചിരിക്കുന്ന ഒരു അഗാധഗർത്തമല്ല. ആഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ആടി തിമിർത്ത് വരുന്ന ഖുർആനാണ് അട്ടഹസിച്ച് നിലവിളിച്ചിട്ടടാ പലിശക്കാരാ തമ്മാടി, എടാ മദ്യപാനി തമ്മാടി, എന്റെ അടുക്കലേക്ക് വാന്ന് പറഞ്ഞു മാനം മുട്ട കത്തുന്ന തീപ്പന്തവുമായി നരകം ഇങ്ങനെ ആഞ്ഞു വിളിച്ചു നൽകുമ്പോ, ആ സമയത്ത് പരലോകത്തെ ഒരു രംഗം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാ. ആ സമയത്തൊരു രംഗം ഖുർആൻ പറയുന്നുണ്ട്, യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه. ഖുർആൻ പറയാണ്, കത്തിക്കാളുന്ന നരകം മുമ്പിലെത്തി. ആ നരകത്തിലേക്ക് നമ്മളെ വലിച്ചെറിയാൻ മലക്കുകളും എത്തി. തൊട്ടു മുമ്പിൽ നമ്മുടെ കൂട്ടുകാരൻ നിൽക്കുന്നുണ്ട്, വഴിപഴപ്പിച്ച കൂട്ടുകാരൻ, കള്ളു വാങ്ങിച്ചു തന്ന കൂട്ടുകാരൻ. അവൻ നമ്മളെ കണ്ടിട്ട് കാണാത്തതുപോലെ ഒഴിഞ്ഞു മാറി. അല്ലാഹുവേ, ഈ നരകം എന്റെ മുമ്പിലേക്ക് വരികയാണ്. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലല്ലോ അല്ലാഹുവേ, അല്ലാഹുവേ, രക്ഷപ്പെടാൻ ഒരു പഴുതില്ലല്ലോ അല്ലാഹ്. ثم أدبر وتولى وجمع فأوعى. നരകം കണ്ടിട്ട് പേടിച്ച് പേടിച്ച് പുറകോട്ട് മാറുമ്പോ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴിയെന്ന് നോക്കുമ്പോ,
ആ സമയത്ത് നമ്മുടെ മക്കള് നമ്മുടെ വലതുഭാഗത്ത് നിൽക്കുന്നുണ്ട്, നമ്മുടെ ഭാര്യ ഇടതുഭാഗത്ത് നിൽക്കുന്നുണ്ട്, നമ്മളെ നൊന്ത് പ്രസവിച്ച ഉമ്മ, കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പ മുൻഭാഗത്തുണ്ട്. ആ സമയത്ത് നമ്മുടെ പൊന്നുമക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവോട് പറയും, അല്ലാഹുവേ ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി, അല്ലാഹുവേ എന്റെ ഈ പൊന്നുമക്കളെ ഞാൻ എന്റെ അല്ലാഹുവേ 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 എന്റെ ഈ പൊന്നുമക്കളെ ഞാൻ നരകത്തിലേക്ക് ഇടാമല്ല, എന്നാലും എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. പൊന്നു സഹോദരങ്ങളെ, ഈ പൊന്നുമക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ദിവസമാണ് മഹ്ശർ എന്ന് വിശുദ്ധ ഖുർആൻ. വസാഹിബത്തി, എന്റെ ഈ ഭാര്യ ഞാൻ ഈ തീരിടാം അല്ലാഹുവേ, എന്നാലും എന്നെ നീ രക്ഷിക്കണേ അല്ലാ. എന്റെ ഉമ്മയെ എന്റെ ഉപ്പയെ ഞാൻ ഈ നരകത്തിലിടാൻ തമ്പുരാനെ, ഖുർആനാണ് എന്നെ ഒന്ന് രക്ഷിക്കല്ലാഹുവേ. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, ഇല്ലടാ തെമ്മാടി, എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞതാണ് നീ ജീവിതത്തിൽ നല്ലതുപോലെ നടക്കണമെന്ന്, നന്മയുടെ വഴിയിലൂടെ നടക്കണമെന്ന്. അതുകൊണ്ട് ഖുർആൻ നമ്മോട് ഉപദേശിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കൂട്ടിച്ചു കൊള്ളണേ. കല്യാണത്തിൽ ആർഭാടം നടത്തി നിന്റെ മകളെ നരകത്തിലിടരുത്, നിന്റെ ഭാര്യയെ നരകത്തിലേക്ക് വിടരുത്, നിന്റെ കുടുംബക്കാരെ നരകത്തിലേക്ക് വിടരുത്. കല്യാണ ദിവസം ഹറാമിന്റെ കൂത്തരങ്ങാകരുതെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം. ഈ ആയത്തിറങ്ങേണ്ട താമസം ഒരു സഹാബി ഹബീബായ നബിയുടെ മുമ്പിൽ പെടച്ച് താഴെ വീണു. അള്ളാഹുവിന്റെ റസൂൽ ഓടി വന്നു. സഹാബി റിസാലത്തിന്റെ മടിയിലേക്ക് ആ സഹാബിയുടെ ശിരസ് എടുത്തു വെച്ചു. ഹബീബായ നബി ഫവളയദുഹു അലാ സദ്രിഹി, ആ സഹാബിയുടെ നെഞ്ചിലേക്ക് കൈവച്ചിട്ട് പറഞ്ഞു, കുല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ഹബീബായ നബിയുടെ മടിവയിൽ തലവെച്ചിട്ട് ആ സഹാബി പറഞ്ഞു, നബിയേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറയേണ്ട താമസം അദ്ദേഹത്തിന്റെ ചുണ്ടിന്റെ ചലനം അവസാനിച്ചു. ഹബീബായ നബിയുടെ മടിത്തട്ടില് തലവെച്ച ആ മനുഷ്യൻ എന്നേക്കുമായി വിട പറഞ്ഞുപോയി. ഈ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു വീണൊരു സഹാബി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നന്മയോടെ ജീവിച്ച് നല്ലതുപോലെ ജീവിച്ച് അവസാന നാളെ സ്വർഗത്തിൽ ഭാര്യ മക്കളോട് തിരിക്കുന്ന നല്ല കുടുംബമായി അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ, നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു കുടുംബ സാഹചര്യത്തിന് വേണ്ടി നന്മയോടെ നല്ലതോടുകൂടി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വളരെ പ്രധാനപ്പെട്ട 10 സലാത്ത് നടക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, കേരളത്തിൽ ഏതാണ്ട് 18 വർഷമായി ഞാൻ അകത്തും പുറത്തും വഅദ് പറയുന്നു. വിദേശത്തും ദുബൈയിലും അബുദാബിയിലും ഒക്കെ എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ, മാടായി KMCCയുടെ അന്നത്തെ സംഘാടനമാണ് HB അഷ്റഫ് സാഹിബ് അടക്കമുള്ള ആളുകൾ. അങ്ങ് അകത്തും വിദേശത്തുമായി 30,000-ലധികം ആളുകൾ എൻ്റെ സദസ്സിൽ, എല്ലാവരും അവിടെ തന്നെ ഇരിക്കും. എന്റെ സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹമ്മദ് കബീറിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ മറുപടി പറയും, അത് ഈ ആൾക്കൂട്ടമൊന്നുമല്ല. ഈ ആൾക്കൂട്ടം ചെറുതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ ഹുബ്ബ് റസൂൽ റമളാൻ പ്രഭാഷണം പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്തി. 1.5 ലക്ഷത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു. മഴ പെയ്തിട്ട് തിമിർത്ത് മഴ പെയ്തിട്ട് കസേര എടുത്ത് തലയിൽ കമഴ്ത്തി വെച്ചിട്ട് അവർ പ്രസംഗം കിട്ടും. മഴ പെയ്തവര് നനയുന്നത് കണ്ടപ്പോ ഞാൻ സങ്കടത്തോടെ ചോദിച്ചെന്നാ നിർത്തട്ടെ. ചെറുപ്പക്കാര് മുഴുവനും പറഞ്ഞു, ഉസ്താദേ വേണ്ട, ഞങ്ങൾ കേട്ടോളാം. ഒരു കുട്ടി അനങ്ങിപ്പോയില്ല. 1 ലക്ഷത്തിലധികം ആളുകൾ, ഒരു കുട്ടി അനങ്ങിയില്ല. ഞാനും നന്നായിട്ട് സംസാരിച്ചു.
ആ ഒരു സദസ്. ഇപ്പൊ ഒരു മഴ പെയ്താൽ തലയിൽ കസേര, ഫേസ്ബുക്കിൽ അതിന്റെ ഫോട്ടോ ഒക്കെ കുറെ പേര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് ഞാൻ കൈകാര്യം ചെയ്യുന്നതല്ല. ഒന്ന് ഞാൻ ആദ്യം സദസ്സിൽ പറയല, എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ കൈകാര്യം ചെയ്യുന്ന, ഫേസ്ബുക്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യാറില്ല, അല്ലാതെ തന്നെ സമയമില്ല. ഇനിയിപ്പോ അതിന്റെ പറയുന്ന അപ്പൊ ഫേസ്ബുക്കിൽ എന്റെ അക്കൗണ്ട്, എന്റെ പേരിലൊരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നേ ഇല്ല. ഒന്നും എന്റേതല്ല. ഒരു പേജ് മാത്രം കമലാ സുറിയുടെ എങ്ങാണ്ട് ഒരു പേജ് ഉണ്ട്. കാരണം ഫേസ്ബുക്കിലോട്ട് പോയാൽ പിന്നെ അതിനെ സമയം ഉണ്ടാവുള്ളൂ. ഫോൺ എടുക്കാൻ സമയമില്ല, ഇപ്പൊ ഫേസ്ബുക്കിന്റെ അടുക്കൽ പോകും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഓൺലൈൻ വ്യഭിചാരം. ഇപ്പൊ ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്ന കണ്ണൂർ ബസ് സ്റ്റാൻഡിലല്ല, ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്ന കോഴിക്കോട് മിഠായി തെരുവിന്റെ പുറകിലല്ല, ഏറ്റവും വലിയ വ്യഭിചാരം നടക്കുന്ന കോഴിക്കോട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ പുറകിലല്ല, ഏറ്റവും വലിയ വ്യഭിചാരം നടക്കുന്നത് അവനവന്റെ മൊബൈലിലാണ്. ഞാൻ പണ്ട് പറയാം, മൊബൈലിനെങ്ങാനും ഗർഭപാത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്നേ അത് പ്രസവിച്ചാൽ. എന്റെ നോക്കിയക്കും സാംസങ്ങിന്റെ S4 ആണ് ഏറ്റവും പുതിയ വെർഷൻ. S4 നോക്കിയാൽ കണ്ണാണ് സെൻസർ, കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ ലോക്കാവും അൺലോക്കാവും. അത്രയും വലിയൊരു ഫെസിലിറ്റി അതിന്റെ അകത്ത് സാംസങ് കമ്പനിക്ക് ഒതുക്കി വെക്കാമെങ്കിൽ പിന്നെ ഇങ്ങനെ ഒന്നുകൂടി വെക്കാനും വലിയ താമസമൊന്നും ഉണ്ടാവില്ല. ആ രീതിയിൽ ഓൺലൈൻ വ്യഭിചാരം. കേരളത്തിലൊരു വിധവ തന്നെയാണ്, അതിന്റെ പേര് സൈബർ വിധവ എന്ന്. ഭർത്താവ് ഓൺലൈനിൽ, ഭാര്യ കടപ്പറയിൽ. ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സാമീപ്യമില്ല. അവൾക്ക് കേരളം വിട്ടുകൊടുത്ത ഓമന പേര് സൈബർ വിധവ. അവൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ വിധവാ പെൻഷൻ കിട്ടില്ല, പക്ഷെ അവള് വിധവയാണ്. പോട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. പറയേണ്ടതുണ്ട് ഒത്തിരി. പക്ഷേ അൽഹംദുലില്ലാ, അകത്തും പുറത്തും എത്രയോ അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ ആൾക്കൂട്ടമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ ആൾക്കൂട്ടത്തിന്റെ പേരിൽ എനിക്കൊരു അഹങ്കാരവും ഇല്ല. ഇത് ചിലപ്പോൾ നാളെ ഇല്ലാതാവാം, നിർത്താം. അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്റെ പേരിലൊന്നുമില്ല. അപ്പോഴും ഇപ്പോഴും ഞാൻ ഏത് സ്റ്റാൻഡിലാണോ നിൽക്കുന്നത് അതേ സ്റ്റാൻഡിൽ തന്നെയാണ് എന്റെ നിലനിൽപ്പ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ആരോടും വിധേയത്വമില്ല, അമിതത്വമില്ല, അതിമിതത്വമില്ല. ഈ ആൾക്കൂട്ടം നാളെ ഇല്ലാതായാൽ ഒരു കുഴപ്പമില്ല. എന്റെ സ്വദേശത്ത് എനിക്കൊരു കൊച്ചു വീടുണ്ട്, എനിക്ക് 3 മക്കളുണ്ട്, എന്റെ ഭാര്യ, എന്റെ കുടുംബം. അതിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഞാൻ പാകപ്പെട്ടവനുമാണ്. അതുകൊണ്ട് ആരും, ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ ചില ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുക, ഞങ്ങളെ രണ്ടുപേരെയും കുറിച്ച്, എന്നെ ഉഷാദ് വാക്കവയും കുറിച്ചൊക്കെ കുറെ ആളുകൾ ആവശ്യമില്ലാത്തൊക്കെ പറയാറുണ്ട്. സഹോദരങ്ങളെ, ഈ സാമ്രാജ്യം കണ്ടിട്ടൊന്നും കണ്ണ് മഞ്ഞളിച്ചില്ല. അള്ളാഹു തന്ന തൗഫീഖാണിത്. എന്റെ ഏറ്റവും വലിയ സ്നേഹം ഈ ഇരിക്കുന്ന സദസ്സുമാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇനി നാളെ ഈ ആൾക്കൂട്ടം ഇല്ലാതായാൽ എനിക്കൊരു കൊച്ചു വീടുണ്ട്. ആ വീട്ടിൽ എന്റെ 3 മക്കൾ, 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടി, കാത്തിരുന്നൊരു പെൺകുട്ടിയും, എന്റെ വൃദ്ധ മാതാപിതാക്കളും, എന്റെ ഭാര്യയും അവരുടെ മാതാപിതാക്കളും. അതിന്റെ ഉള്ളിൽ 3 നേരത്തിലല്ല, ഒരു നേരത്തിൽ കഞ്ഞി വെച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ ആ ജീവിതവും ഞാൻ പരിശീലിച്ചതാണ്, ഈ ജീവിതവും പരിശീലിച്ചതാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നമുക്ക് അള്ളാഹു തന്ന നിയമത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈ ബന്ധത്തെയും അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്റെ മുമ്പിലേക്ക് ഞാൻ പെരിന്തൽമണ്ണയിൽ പ്രസംഗിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്നു. ഉസ്താദേ, 20 വർഷമായി കുട്ടികൾ